എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ആര്യ. ഞാനിന്ന് നിങ്ങൾക്ക് മുന്നിൽ മോഡൽ എക്സാം 4ന്റെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനിലേക്ക് കടക്കുന്നതിന് മുന്നേയായി ഞാനൊരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. ഒരു അക്കാഡമിയിൽ പോയി അഡ്മിഷൻ എടുത്ത് പഠിക്കാൻ ബുദ്ധിമുട്ട് നേരിടുന്ന കുട്ടികളെ പോലും ഫോക്കസ് ചെയ്തുകൊണ്ടാണ് സോഡിയാക് സെസ് എക്സാം സീരീസ് എന്ന ഈ മോഡൽ എക്സാം കുട്ടികൾക്കായി ഒരുക്കുന്നത്. അപ്പോൾ എല്ലാ കുട്ടികളും തന്നെ മാക്സിമം ഇത് യൂട്ടിലൈസ് ചെയ്യുക. ഒരു സർക്കാർ ജോലി എന്ന സ്വപ്നത്തിലേക്ക് എല്ലാവർക്കും എത്തിച്ചേരാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനിലേക്ക് പോകാം. First question: the agent responsible for catalyzing chemical and physical changes within the cell is options: hormone, enzyme, microorganism, acid. Correct answer option B, enzyme ആണ്. എന്താണ് എൻസൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നവയാണ് എൻസൈം എന്ന് പറയുക. സോ എൻസൈംസ്, കോഫാക്ടേഴ്സ് എന്നിങ്ങനെ പല പേരുകളുണ്ട്. അപ്പോൾ എൻസൈം പ്രധാനമായിട്ടും പ്രോട്ടീനേഷ്യസ് ഇൻ നേച്ചർ ആണ് എന്ന് അറിയുക. ഈ എൻസൈംസ് ആണ് നമ്മുടെ ശരീരത്തിലുള്ള സെല്ലുലാർ ഓക്സിഡേഷൻ അതിന് കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ പ്രോസസ് ദാറ്റ് പ്രൊവൈഡ് മെയിൻ പാത്വേ ഫോർ ദ മെറ്റബോളിസം ഓഫ് ഫ്രക്ടോസ് ആൻഡ് ഗാലക്ടോസ് ഡിറൈവ്ഡ് ഫ്രം ഡയറ്റ് ഈസ് ഓപ്ഷൻ: glycolysis, gluconeogenesis, glucogenolysis, glycogenesis. ഇവിടെ കറക്റ്റ് ആൻസർ വരിക ഓപ്ഷൻ എ, ഗ്ലൈക്കോലൈസിസ് ആണ്. അപ്പൊ ഗ്ലൂക്കോസ് ഒരുപാട് പ്രോസസ്സിലൂടെ കടന്നുപോയിട്ടാണ് ശരീരത്തിന് വേണ്ടുന്ന എനർജി പ്രൊഡ്യൂസ് ചെയ്യുക. ഇപ്പൊ ഗ്ലൂക്കോസ് ബ്രേക്ക് ഡൗൺ ആയി പൈറുവേറ്റ് ആയി മാറുന്നു. ഈ പൈറുവേറ്റ് ക്രെബ്സ് സൈക്കിൾ അഥവാ TCA സൈക്കിളിൽ എൻ്റർ ആയിട്ടാണ് ശരീരത്തിന് ആവശ്യാനുസരണം വേണ്ടുന്ന എനർജി ഉൽപ്പാദിപ്പിക്കുക. ഒരു ഗ്ലൂക്കോസ് ബ്രേക്ക് ഡൗൺ ആവുമ്പോൾ നമുക്ക് അതിൽ നിന്നും 2 പൈറുവേറ്റ് മോളിക്യൂൾസ് ആണ് എക്സ്ട്രാക്ട് ചെയ്ത് കിട്ടുക. അപ്പോ ഏതൊരു പദത്തിന്റെയും കൂടെ ലൈസിസ് എന്ന ടേം വരുമ്പോൾ സ്പ്ലിറ്റിംഗ് ആണ് എന്ന് കുട്ടികൾ മനസ്സിലാക്കുക. Then next is gluconeogenesis. എന്താണ് നിയോജെനിസിസ് എന്ന് പറഞ്ഞാൽ? ന്യൂ മോളിക്യൂൾ, അതായത് നമ്മുടെ നോൺ കാർബോഹൈഡ്രേറ്റ് സോഴ്സ്, അതായത് പ്രോട്ടീൻസ് അഥവാ ഫാറ്റിൽ നിന്നുമാണ് ഒരു കാർബൺ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് മോളിക്യൂൾ കണ്ടെത്തുന്നതെങ്കിൽ അതിനെ ഗ്ലൂക്കോനിയോജെനിസിസ് എന്നാണ് പറയുക. എന്താണ് ഗ്ലൂക്കോജീനോലൈസിസ്? ഗ്ലൂക്കോജീനോലൈസിസ് എന്ന് പറയുന്നത് ശരീരത്തിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഗ്ലൈക്കജൻ ഗ്ലൂക്കോസ് ആയി മാറുകയാണ്. അപ്പോ ഗ്ലൈക്കജൻ ഗ്ലൂക്കഗോണിന്റെ പ്രസൻസിൽ ഗ്ലൂക്കോസ് ആയി മാറുന്നതിനെ നമ്മൾ പറയുന്നതാണ് ഗ്ലൂക്കോജീനോലൈസിസ്. എന്താണ് ഗ്ലൈക്കോജെനസിസ്? നമ്മുടെ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ഇൻസുലിന്റെ പ്രസൻസിൽ ഗ്ലൈക്കജനൈറ്റ്സ് നമ്മുടെ ലിവറിലും മസിൽസിലും സ്റ്റോർ ചെയ്യുന്നതിനെയാണ് ഗ്ലൈക്കോജെനസിസ് എന്ന് പറയുക. ഇവിടെ കറക്റ്റ് ഉത്തരം ഓപ്ഷൻ എ ആണ്, ഗ്ലൈക്കോലൈസിസ് ആണ് കറക്റ്റ് ഉത്തരം. ഇതെല്ലാം തന്നെ ന്യൂട്രീഷൻ ക്ലാസ്സുകളിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഏരിയാസ് ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതെല്ലാവർക്കും ക്ലിയർ ആയെന്ന് കരുതുന്നു. Number of ATPs released at the end of glycolysis from glucose to lactate is. ഇതിപ്പോ ഞാൻ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്. ഒരു ഗ്ലൂക്കോസ് നിരവധി സ്റ്റെപ്സ് അണ്ടർഗോൺ ചെയ്തിട്ടാണ് ശരീരത്തിന് വേണ്ടുന്ന എനർജി ഉൽപ്പാദിപ്പിക്കുക. ഒരു ഗ്ലൂക്കോസ് ബ്രേക്ക് ഡൗൺ ആകുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ലഭിക്കുക 2 പൈറുവേറ്റ് മോളിക്യൂൾസ് ആണ്. ഓക്കെ, അങ്ങനെ എനർജി ഉൽപ്പാദിപ്പിക്കാനായി കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം നടക്കുന്ന പാത്വേക്ക് പറയുന്ന പേരാണ് എന്ത്? ക്രെബ്സ് സൈക്കിൾ എന്ന് പറയും, അഥവാ TCA സൈക്കിൾ എന്നും പറയും.
അപ്പോ അങ്ങനെ ടോട്ടൽ 32 മോളിക്യൂൾസ് ATPase മോളിക്യൂൾസ് ആണ് എനർജി റിലീസ് ചെയ്യുന്നതെന്നും അറിയുക. ഇതെല്ലാം തന്നെ മുന്നേ PSCയിൽ ചോദിച്ച ചോദ്യമാണ്. അതുകൊണ്ട് നോട്ട് ചെയ്ത് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക ഈ ഏരിയാസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. What type of compounds purines and pyrimidines are? Homocyclics, metacyclic, heterocyclic and monocyclic. അപ്പോൾ എന്താണ് പ്യൂരിൻസ് ആൻഡ് പിരമിഡിൻസ് എന്ന് പറയുന്നത്? പ്യൂരിൻസ് ആൻഡ് പിരമിഡിൻസ് എന്ന് പറയുന്നത് DNA അല്ലെങ്കിൽ RNA സിന്തസിന്റെ ബേസിക് ബേസിക് നേച്ചർ ആണ്. ബേസിക്കലി ഇവ രണ്ടും ഹെട്രോസൈക്ലിക് വിഭാഗത്തിൽ വരുന്നവയാണ്. അപ്പോൾ ഞാൻ അതിന്റെ ഒരു പിക്ടോറിയൽ റെപ്രസെന്റേഷൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. First picture it shows the purine and the second picture shows the pyrimidines. They are both are heterocyclic aromatic compounds. അപ്പോൾ ഇവയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇത് ജനറ്റിക് മെറ്റീരിയൽ സിന്തസൈസ് ചെയ്യാനായി ഉപയോഗിക്കുന്ന കോമ്പൗണ്ട്സ് ആണ് അല്ലെ. അതുകൊണ്ട് തന്നെ ജനറ്റിക് മെറ്റീരിയൽസിന്റെ ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് വിശേഷിപ്പിക്കാവുന്നവയാണ് ആര്? പ്യൂരിൻസ്, പിരമിഡിൻസ്. ഇനി പ്യൂരിൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരുടെയൊക്കെ പേരാണ് ഓർക്കേണ്ടുന്നത്? പ്യൂരിൻസ് എന്ന് പറയുമ്പോൾ അവിടെ വരുന്നത് അഡിനൈൻ പ്ലസ് ഗ്വാനൈൻ ആണ്. എന്നാൽ പിരമിഡിൻസ് എന്ന് പറയുമ്പോൾ അവിടെ വരുന്നത് സൈറ്റോസിൻ പ്ലസ് തൈമിൻ. ഓക്കെ, ഇവ രണ്ടും ഹെട്രോസൈക്ലിക് അരോമാറ്റിക് കോമ്പൗണ്ട്സ് ആണ്. ഇവിടെ പ്യൂരിൻസ് കാറ്റബോളൈസ് ചെയ്യുമ്പോൾ നമുക്ക് യൂറിക് ആസിഡ് ആണ് കിട്ടുക. എന്നാൽ പിരമിഡിൻസ് കാറ്റബോളൈസ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്, അമോണിയ, ബീറ്റ അമിനോ ആസിഡ്സ്. ഓക്കെ, അപ്പോ I hope you are clear with the question and answer. Purines and pyrimidines both are the nitrogenous contained base of the organic compounds which are taking part in the DNA RNA synthesis. So that is why they are called as the building blocks of genetic materials. So purines, example adenine, guanine. Pyrimidines, the example is cytosine and thymine. So now I am moving on with the next question. Most common ionizing mediator of hormone action in our body is? The options given are calcium, magnesium, iron and potassium. So in this question, the correct answer is option A, calcium. എന്തുകൊണ്ടാണ് ഓപ്ഷൻ എ കാൽഷ്യം വരുന്നത്? അയണൈസ്ഡ് ആയിട്ടുള്ള കാൽഷ്യം അതിന്റെ കോൺസെൻട്രേഷൻ, ബ്ലഡിലുള്ള കോൺസെൻട്രേഷൻ കൂടുമ്പോൾ അത് ഇലക്ട്രിക്കൽ ഇമ്പൾസസ്, സിഗ്നൽസ് വളരെ ഫാസ്റ്റ് ആയിട്ട് അതിന്റെ ടാർഗറ്റ് സെൽസിൽ എത്തിക്കാനും അതിനോടൊപ്പം തന്നെ അതിന്റെ ആക്ഷൻ പൊട്ടൻഷ്യൽ എത്രയും പെട്ടെന്ന് മീറ്റ് ചെയ്യാനും സഹായിക്കുന്നു എന്നുള്ളതാണ്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് കാൽഷ്യം. സോ ഇറ്റ് ഇസ് എ വെരി ഇമ്പോർട്ടന്റ് മിനറൽ ഇൻ ദ ഹ്യൂമൻ ബോഡി. നമ്മുടെ ശരീരത്തിലെ 99% കാൽഷ്യം കാണുന്നത് എല്ലിലും പല്ലിലുമാണ്. സോ അത്രയും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മിനറൽ ആണ് കാൽഷ്യം. വൈറ്റമിൻ ഡി കാൽഷ്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വൈറ്റമിൻ ആണ്, വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. വൈറ്റമിൻ ഡിയുടെ പ്രസൻസിൽ കാൽഷ്യം കൂടുതലായി ശരീരത്തിൽ അബ്സോർബ് ചെയ്യപ്പെടുന്നു എന്നുള്ളതും അറിയുക. എന്നാൽ അധികമായി ശരീരത്തിൽ കാൽഷ്യം വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ സോഫ്റ്റ് ടിഷ്യൂസ്, അതായത് ഹാർട്ടിലോ ബ്ലഡ് വെസൽസിലോ എല്ലാം അടിഞ്ഞുകൂടി അതിൻ്റെതായിട്ടുള്ള ഇഷ്യൂസിലേക്ക് പോകാനുള്ള സാധ്യതയും ഉണ്ട്. സോ ഈ തന്നിട്ടുള്ള എല്ലാ ഓപ്ഷൻസും ഓരോ കാറ്റഗറി ഓഫ് മിനറൽസ് ആണ്. മാഗ്നീഷ്യം, നമ്മുടെ കാൽഷ്യം ഫോസ്ഫറസ് ശരീരത്തിൽ പിടിച്ചു നിർത്താൻ അത്യാവശ്യം വേണ്ടുന്ന ഒരു എലമെന്റ് ആണ് മെഗ്നീഷ്യം. അയോൺ, അതുപോലെ ഹീമോഗ്ലോബിൻ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഇമ്പോർട്ടന്റ് കോൺസ്റ്റിറ്റ്യൂവന്റ് എന്ന് പറയുന്നത് അയൺ ആണ്. കോപ്പറിന്റെയും അയണിന്റെയും പ്രസൻസ് നമ്മുടെ ശരീരത്തില് ഹീമോഗ്ലോബിൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ RBCs ഉൽപാദനത്തിനും അതിന്റെ മെയിൻ്റനൻസിനും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടുന്ന ഒരു മിനറലും കൂടെയാണ്. ഓക്കെ, ഐ ഹോപ്പ് യു ആർ ക്ലിയർ വിത്ത് question number 5. Now I am moving on with the next question. Question number 6. Adverse effect of thiazides does not include, and the options given: hypercalcemia, hypouricemia, hyperlipidemia and hypomagnesemia. Now let me ask, what do you mean by thiazides? അല്ലെങ്കിൽ ഈ thiazides ഏത് കാറ്റഗറിയിലാണ് വരുന്നത് എന്ന് നമ്മൾ അറിയണം. ഡയൂറിറ്റിക്സിന്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്ന ഒരു കാറ്റഗറിയാണ് thiazides.
അപ്പൊ മൊത്തത്തിൽ നമുക്ക് 4 ടൈപ്പ് ഓഫ് ഡയൂററ്റിക്സ് ആണ് ഉള്ളത്. ഏതൊക്കെയാണത്? ഓസ്മോട്ടിക് ഡയൂററ്റിക്സ് ഉണ്ട്, ലൂപ്പ് ഡയൂററ്റിക്സ് ഉണ്ട്, പൊട്ടാസ്യം റീറ്റെയിനിങ് ഡയൂററ്റിക്സ് ഉണ്ട്, അതുപോലെ തന്നെ തയസൈഡ് ഡയൂററ്റിക്സ് ഉണ്ട്. എന്താണ് ഈ ഡയൂററ്റിക്സ് നമ്മുടെ ശരീരത്തിൽ ചെയ്യുക, അല്ലെങ്കിൽ മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് ഡയൂററ്റിക്സ് എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മൾ അറിയണം. സോഡിയം അതുപോലെ തന്നെ വാട്ടർ ഇവയുടെ എക്സ്ക്രീഷൻ ഇൻഹിബിറ്റ് ചെയ്യും, എന്നാൽ ഡിസ്റ്റൽ ട്യൂബ്യൂൾസിൽ നിന്നുള്ള സോഡിയത്തിന്റെ റീ അബ്സോർപ്ഷനെ തടഞ്ഞു നിർത്തുകയും ചെയ്യുന്നു. ഇവിടെ തയസൈഡ് ഡയൂററ്റിക്സ് ആണ് ചോദ്യം. അപ്പൊ തയസൈഡ് ഡയൂററ്റിക്സിന്റെ ഞാൻ 2 എക്സാമ്പിളും കൂടെ പറയാം. തയസൈഡ് ഡയൂററ്റിക്സിന്റെ വരുന്ന എക്സാമ്പിൾ ആണ് ക്ലോർ തയസൈഡ്, ഹൈഡ്രോക്ലോറോതയസൈഡ്. ഓക്കെ, ഇനി അഡ്വേഴ്സ് ഇഫക്റ്റ് ആണ് നമ്മുടെ ചോദ്യം. അഡ്വേഴ്സ് ഇഫക്റ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? തയസൈഡ് മായി ബന്ധപ്പെട്ടുണ്ടാകുന്ന അഡ്വേഴ്സ് ഇഫക്റ്റ്: ഹൈപ്പോകലീമിയ, ഹൈപ്പോനട്രീമിയ, ഹൈപ്പോവൊളീമിയ, ഹൈപ്പോടെൻഷൻ, നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് പ്രഷർ കുറയുന്നു, സോഡിയം ലോസ് ഉണ്ടാവുന്നു, പൊട്ടാസ്യം ലോസ് ഉണ്ടാവുന്നു. അതുകൊണ്ട് തന്നെ പൊട്ടാസ്യം ഇവർക്ക് സപ്ലിമെന്റ് ആയിട്ട് കൊടുക്കേണ്ടതുണ്ട്. സോ പൊട്ടാസ്യം സപ്ലിമെന്റ് കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധയോട് വേണം നമ്മൾ ഇത്തരം ആൾക്കാർക്ക് കൊടുക്കാൻ. പീരിയോഡിക്കലി പൊട്ടാസ്യം ലെവൽ ചെക്ക് ചെയ്തിരിക്കുക. ഇനി അടുത്തത് ഹൈപ്പർ ഗ്ലൈസീമിയ. ഇപ്പൊ ഡയബറ്റിക് പേഷ്യൻസിന് തയസൈഡ് ഡ്രഗ്സ് കൊടുക്കുകയാണെങ്കിൽ ഇൻ ബിറ്റ്വീൻ ദേ ഹാവ് ടു ചെക്ക് ദെയർ ഷുഗർ ലെവൽ. സോ ഹൈപ്പർ ഗ്ലൈസീമിയ അതിന്റെ ഒരു അഡ്വേഴ്സ് ഇഫക്റ്റ് ആണ്. അതുപോലെ തന്നെ ഹൈപ്പർ യുറീസീമിയ, ഹൈപ്പർ കാൽസീമിയ. അപ്പോ ഇത്രയും ഞാൻ പറയുമ്പോ നിങ്ങൾക്ക് ഊഹിക്കാം ഇതിൽ ഇല്ലാത്തത് ഏത് എന്നുള്ളത്. സോ ഇതിൽ വരാത്തത് ഓപ്ഷൻ ബി ഹൈപ്പോ യുറീസീമിയ ആണ്. കാരണം ഡസ് നോട്ട് ഇൻക്ലൂഡ് ആണ് ചോദ്യം. ഹൈപ്പോ യുറീസീമിയാണ് വരാത്തത്. ഹൈപ്പർ യുറീസീമിയാണ് തയസൈഡിന്റെ അഡ്വേഴ്സ് ഇഫക്റ്റിൽ വരുന്നതും. അപ്പോൾ ഇവിടെ ഞാൻ 3 പോയിന്റ്സ് ആണ് നിങ്ങൾക്ക് അഡീഷണൽ പറഞ്ഞത്. ഇവർക്ക് കാൽസ്യം കൂടാം, യൂറിക് ലെവൽ കൂടാം, ഷുഗർ ലെവൽ കൂടാം, പൊട്ടാസ്യം സോഡിയം ലെവൽ കുറയാം. അപ്പോ പൊട്ടാസ്യം സപ്ലിമെന്റ് ആയിട്ട് കൊടുക്കേണ്ടുന്നതുകൊണ്ട് അതുകൊണ്ട് തന്നെ പൊട്ടാസ്യം ലെവൽ ചെക്ക് ചെയ്യുക. ഡയബറ്റിക് പേഷ്യൻസിന് തയസൈഡ്സ് കൊടുക്കുകയാണെങ്കിൽ അവരോട് പീരിയോഡിക്കലി ബ്ലഡ് ഷുഗർ ലെവൽ ചെക്ക് ചെയ്യാൻ അഡ്വൈസ് ചെയ്യുക. കാരണം അത് ഹൈപ്പർ ഗ്ലൈസീമിയ ഇതിന്റെ ഒരു അഡ്വേഴ്സ് ഇഫക്റ്റിൽ വരുന്നവയാണ് എന്ന് അറിയുക. ഐ ഹോപ്പ് യു ആർ ക്ലിയർ വിത്ത് ദ ക്വസ്റ്റ്യൻ നമ്പർ 6. Now we are moving to question number 7. Drug used in the treatment of migraine is. മൈഗ്രെയിനിൽ ഉപയോഗിക്കുന്ന ഡ്രഗ് ഏത് എന്നാണ് ചോദ്യം. എർഗോട്ടമൈൻ, ഹിസ്റ്റമിൻ, മെഫെൻസിൻ, ബാക്ലോഫെൻ. ഓപ്ഷൻ എ എർഗോട്ടമൈൻ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. സോ എർഗോട്ടമൈൻസ് എന്താ ചെയ്യുക? ഇറ്റ് കോസ് വാസോ കൺസ്ട്രിക്ഷൻ. അപ്പോ വാസോ കൺസ്ട്രിക്ഷൻ സംഭവിക്കുമ്പോ എന്താ നമ്മുടെ തലയിലേക്കുള്ള ബ്ലഡ് വെസൽസ് ആ ഒരു ത്രോബിംഗ് എഫക്റ്റിന് കുറവുണ്ടാകുന്നു. അപ്പോ ആ പെയിനിന് ഒരു ശമനം കിട്ടുന്നു എന്നുള്ളതാണ്. സോ എർഗോട്ടമൈൻ ഇസ് ദ ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ ട്രീറ്റ്മെന്റ് ഓഫ് മൈഗ്രെയിൻ. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Decrease in response with a particular amount of drug is called. Option resistance, addiction, tolerance, dependence. ഈ പറഞ്ഞിട്ടുള്ള ടെർമിനോളജീസ് എല്ലാം തന്നെ സൈക്യാട്രി എന്ന സബ്ജക്ട് നിങ്ങൾ പഠിക്കുമ്പോൾ അവിടെ സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡേഴ്സ് എന്ന ടോപ്പിക് ഡിസ്കഷനിൽ വരും. അപ്പോൾ അവിടെ തീർച്ചയായും നിങ്ങളെ പഠിപ്പിക്കുന്ന ടെർമിനോളജീസ് ആയിരിക്കും ഇതൊക്കെ. എന്നാലും നമുക്ക് ഇവിടെ എന്താണെന്നുള്ളത് നോക്കാം. ഡിക്രീസ് ഇൻ റെസ്പോൺസ് വിത്ത് എ പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ഡ്രഗ് അല്ലെ. അപ്പോ ഒരു ഡ്രഗിനോട് ഒരു റെസ്പോൺസ് കുറവാണെങ്കിൽ അതിനെ എന്ത് പറയുന്നു എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ സി ടോളറൻസ് ആണ്. അപ്പൊ എന്താ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൈക്രോ ഓർഗാനിസത്തിന് ഒരു പർട്ടിക്കുലർ ഡ്രഗിനെ ചെറുത്തു നിൽക്കാനുള്ള ശക്തി. ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ തന്നെ ഒരു ഫോറിൻ ബോഡി കയറുന്നു, ആ ഫോറിൻ ബോഡിയെ പ്രതിരോധിച്ച് നിൽക്കാനുള്ള നമ്മുടെ ശക്തിയെ നമുക്ക് റെസിസ്റ്റൻസ് എന്ന് പറയാം. ഇനി പറഞ്ഞിട്ടുള്ള മറ്റു ടെർമിനോളജീസ് അഡിക്ഷൻ.
നമ്മൾ ഏതെങ്കിലും ഒരു പദാർത്ഥത്തിനോട് ഒരു പരിധിയിൽ കവിഞ്ഞ് യൂസ്ഡ് ആയി കഴിഞ്ഞാൽ അതിനെ നമുക്ക് അഡിക്ഷൻ എന്ന് പറയാം. ദെൻ ഡിപ്പെൻഡൻസ്. സോ ഈ ടെർമിനോളജീസ് എല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ടുന്നതുണ്ട്. അതെല്ലാം നമ്മുടെ തിയറി ക്ലാസ്സുകളിൽ ഞങ്ങൾ കവർ ചെയ്യുന്നതായിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 9. Drugs that bind the ions of heavy metals to form a stable, non-toxic compound which can be easily excreted by kidney is. Options given: anti-metabolite, chelating agent, antibodies, and TNF agents. Here the correct answer is option B, chelating agents. അപ്പോ സ്റ്റീലേറ്റിംഗ് ഏജന്റ്സ് അഥവാ ഇവരെ നമുക്ക് സെക്യുസ്ട്രേറ്റിംഗ് ഏജന്റ്സ് എന്ന് പറയാം. നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു അയോൺസ് അല്ലെങ്കിൽ ഹെവി മെറ്റൽസ് ഓവർലി ഡെപ്പോസിറ്റ് ആയി കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിലൂടെ എക്സ്ക്രീറ്റ് ചെയ്യാൻ ബാധ്യസ്ഥരായിട്ടുള്ള ആൾക്കാരെയാണ് ചീലേറ്റിംഗ് ഏജന്റ്സ് എന്ന് പറയുക. അപ്പോൾ നാച്ചുറൽ ആസ് വെൽ ആസ് ആർട്ടിഫിഷ്യൽ ചീലേറ്റിംഗ് ഏജന്റ്സും ഉണ്ട്. ഏതൊക്കെയാണ് നാച്ചുറൽ ചീലേറ്റിംഗ് ഏജന്റ്സ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. സോ അസ്കോർബിക് ആസിഡ്, വൈറ്റമിൻ സി അല്ലെ, സിട്രിക് ആസിഡ്, അതുപോലെ തന്നെ ലാക്ടിക് ആസിഡ്, ഇവയെല്ലാം നാച്ചുറൽ ചീലേറ്റിംഗ് ഏജന്റ്സ് ആണ്. എന്നാൽ നമ്മുടെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ സമയത്ത് അതുമായി ബന്ധപ്പെട്ടുണ്ടാകാവുന്ന ഒരു കോംപ്ലിക്കേഷൻ ആണ് എന്ത്? അയൺ ഓവർലോഡ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സോ അയൺ ഓവർലോഡ് സംഭവിക്കുമ്പോൾ, അതായത് മൾട്ടിപ്പിൾ ബ്ലഡ് ഇങ്ങനെ ട്രാൻസ്ഫ്യൂഷൻ നടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉള്ള അയണിന്റെ ലെവൽ കൂടുന്നു. അപ്പോൾ അയൺ ഡെപ്പോസിഷൻ കൂടുമ്പോൾ എന്ത് ചെയ്യും? ഇതിനെ നമ്മുടെ ശരീരത്തിൽ നിന്നും നീക്കം ചെയ്യേണ്ടതായിട്ടുണ്ട്. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന അയൺ ചീലേറ്റിംഗ് ഏജന്റ് ആണ് എന്ത്? ഡെഫറോക്സമൈൻ. സോ ഡെഫറോക്സമൈൻ എന്താ ചെയ്യുക? നമ്മുടെ IV ആയിട്ടോ സബ്ക്യൂട്ടേനിയസ് ആയിട്ടോ ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ എക്സസീവ് ആയിട്ടുള്ള അയോൺ കിഡ്നിയിൽ ഡെപ്പോസിറ്റ് ആയിട്ടുള്ളതിനെ ഇത് നീക്കം ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് പേഷ്യന്റിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക. എന്താണ് എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടുന്നത്? നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള അത്രയും തന്നെ അധികമായിട്ടുള്ള അയോൺ ശരീരത്തിൽ നിന്ന് തീരുന്നത് വരെയും യൂറിന്റെ കളറ് റെഡ് കളർ ആയിരിക്കും. അത് റിമൂവ് ആയി പരിപൂർണമായും ശരീരത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ബാക്ക് ടു നോർമൽ യൂറിന്റെ കളർ മാറും എന്നുള്ളതാണ് നമ്മൾ പേഷ്യന്റിന് കൊടുക്കേണ്ടുന്ന എഡ്യൂക്കേഷൻ. അതും കൂടെ നോട്ട് ചെയ്തോളുക. I hope you are clear with the question number 9. Now let's move on to the next question. Question number 10. Germ cell theory was proposed by. So cell theory propose ചെയ്യുന്നത് ആരാണ് എന്നാണ് ചോദ്യം. Options given for you is Robert Koch, Ronald Ross, Louis Pasteur and Walter Reed. Germ theory propose ചെയ്യുന്നത് ലൂയിസ് പാസ്റ്റർ ആണ്. എന്നാൽ അത് കൺഫേം ചെയ്ത് പറയുന്നത് റോബർട്ട് കോച്ച് ആണ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ലൂയിസ് പാസ്റ്റർ ആണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോ ഇതൊരു മൈക്രോബയോളജി പോയിന്റ് ഓഫ് വ്യൂ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇവിടെ ഈ ഓരോ ആൾക്കാരെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. ഇപ്പൊ ലൂയിസ് പാസ്റ്റർ, ഫാദർ ഓഫ് മൈക്രോബയോളജി, ഫാദർ ഓഫ് മോഡേൺ മൈക്രോബയോളജി. റോബർട്ട് കോച്ച്, the father of bacteriology, father of medical microbiology. ഇതെല്ലാം നമ്മുടെ മൈക്രോബയോളജി ക്ലാസ്സുകളിൽ നിങ്ങളെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിക്കും. പിന്നെ ഇവിടെ ഓപ്ഷനിൽ തന്നിട്ടുള്ളത് റൊണാൾഡ് റോസ് ആണ്. അറിയുക, റൊണാൾഡ് റോസിന്റെ പേര് പ്രശസ്തമായിരിക്കുന്നത് മലേറിയ എന്ന അസുഖവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അനോഫിലക്സ് മോസ്കിറ്റോയാണ് മലേറിയ ട്രാൻസ്മിഷന് കാരണക്കാരനായിട്ടുള്ളത് എന്ന് ഐഡന്റിഫൈ ചെയ്ത് പറഞ്ഞത് റൊണാൾഡ് റോസ് ആണ്. പിന്നെ ഇവിടെ തന്നിട്ടുള്ള ഫോർത്ത് പേഴ്സൺ വാൾട്ടർ റീഡ് ആണ്. എന്താണ് വാൾട്ടർ റീഡിന്റെ കോൺട്രിബ്യൂഷൻ? യെല്ലോ ഫീവർ ട്രാൻസ്മിഷൻ ഈസ് ബൈ മോസ്കിറ്റോ ബൈറ്റ് എന്ന് കണ്ടുപിടിച്ച് ആദ്യമായി പറയുന്നത് വാൾട്ടർ റീഡ് ആണ്. ഓക്കെ, ഐ ഹോപ്പ് യു ആർ ക്ലിയർ വിത്ത് ദ 10th question. Let's move on with the 11th question. Most microbial structure and enzymes in human beings are composed of. നമ്മുടെ ശരീരത്തിൽ കാണുന്ന സ്ട്രക്ചേഴ്സും എൻസൈംസും എല്ലാം എന്തുകൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ്. ഓപ്ഷൻസ് ലിപ്പിഡ്സ്, പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് വാൾട്ടർ റീഡ് ഇസ് എ പേഴ്സൺസ് നെയിം. ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം, നമ്മുടെ ശരീരത്തിൽ കാണുന്ന എല്ലാ എൻസൈംസും കോ എൻസൈംസും എല്ലാം തന്നെ നിർമ്മിച്ചിട്ടുള്ളത് പ്രോട്ടീൻസ് എന്ന കോമ്പൗണ്ട് കൊണ്ടാണ്.
കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ ഇവ മൂന്നും നമ്മുടെ ശരീരത്തിന് വളരെ അധികം എമൗണ്ടിൽ വേണ്ടുന്ന മാക്രോ ന്യൂട്രിയൻസ് ആണ്. ഇവിടെ നല്ലൊരു തോതിൽ നമ്മുടെ ശരീരത്തിൽ വേണ്ടുന്ന ഒരു സംഗതിയാണ് പ്രോട്ടീൻ എന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ കാർബോഹൈഡ്രേറ്റോ ഫാറ്റോ ഇല്ലെങ്കിൽ അവയുടെ ആബ്സെൻസിൽ ശരീരത്തിന് എനർജി കൊടുക്കുക എന്നൊരു ഉത്തരവാദിത്വം കൂടെ പ്രോട്ടീനുണ്ട്. അതുപോലെ തന്നെ ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് അറിയപ്പെടുന്നത് പ്രോട്ടീൻസ് ആണ്. നമ്മുടെ ശരീരത്തിന്റെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന് ഏറ്റവും അധികം വേണ്ടുന്ന കോമ്പൗണ്ട് ആണ് പ്രോട്ടീൻസ്. അതുപോലെ നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശക്തി, ഇമ്മ്യൂണിറ്റി, നമ്മുടെ ശരീരത്തിൽ കാണുന്ന ഇമ്മ്യൂണോഗ്ലോബിൻസ് ഇതെല്ലാം പ്രോട്ടീനേഷ്യസ് ഇൻ നേച്ചർ ആണ്. ഹോർമോൺസ് പ്രോട്ടീനേഷ്യസ് ഇൻ നേച്ചർ ആണ്. അപ്പോ പ്രോട്ടീൻസ് പ്ലേസ് ഇറ്റ്സ് ഓൺ റോൾ ഇൻ ദ ഹ്യൂമൻ ബീങ്സ് ബോഡി. Clear? So let's move on with the next question. Question number 12. Mycology is the study of. വളരെ ഡയറക്റ്റ് ചോദ്യമാണ്. മൈക്രോബയോളജി പോയിന്റ് ഓഫ് വ്യൂ എന്നുള്ള ഒരു ചോദ്യമാണ്. സോ മൈക്കോളജി എന്ന് പറയുന്നത് is the study of fungi. So virology, study of virus. Bacteriology, study of bacteria. And mycology is the study of fungi. 13th question. Most commonly used bacterium for genetic engineering is. Options given: E. coli, Klebsiella, Proteus, Serratia. So ഇവിടെ ഏറ്റവും കൂടുതൽ ജനറ്റിക് എഞ്ചിനീയറിംഗിന് യൂസ് ചെയ്യുന്ന ബാക്ടീരിയ ഇസ് ആൻസർ എ, ഈ കോളയാണ്. അപ്പൊ ഈ കോള എന്തുകൊണ്ടാണ് ജനറ്റിക് എഞ്ചിനീയറിംഗിന് കൂടുതലായി ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് ദി സിമ്പിൾ ജനറ്റിക്സ്. അതിന്റെ ജനറ്റിക്സ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ജനറ്റിക്സ് കാരണമാണ്. അതിനൊരു എക്സാമ്പിൾ പറയാം. ഹെർബർട്ട് ബോയർ, അദ്ദേഹം 1978 കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ലബോറട്ടറിയിൽ ഈ കോള എന്ന ഓർഗാനിസത്തിൽ ഇൻസുലിൻ ഇൻജെക്ട് ചെയ്യുകയുണ്ടായി. അപ്പോ അങ്ങനെയാണ് ഹ്യൂമൻ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് അതിന്റെ ഒരു ബേസിക് ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രം. സോ ഏറ്റവും കൂടുതൽ ജനറ്റിക് എഞ്ചിനീയറിംഗ് ഉപയോഗിക്കുന്ന ഓർഗാനിസം എന്ന് പറയുന്നത് ഈ കോളയാണ്. സോ ലെറ്റ്സ് മൂവ് ഓൺ വിത്ത് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 14. Adenine in DNA structure pair with thymine, cytosine, guanine, pyridine. So അഡിനൈൻ എപ്പോഴും തൈമിനുമായിട്ടാണ് പെയർ ചെയ്യുക. അതുപോലെ ഗ്വാനിൻ എപ്പോഴും സൈറ്റോസിനുമായിട്ടാണ് പെയർ ചെയ്യുക. ഈ അഡിനൈൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ ഇവയെല്ലാം തന്നെ DNA-യുടെ ബേസ് പെയേഴ്സ് ആണ്. അപ്പൊ DNA സ്ട്രക്ചറിന്റെ ബേസ് പെയേഴ്സ് ആണ്. ഞാൻ അതൊന്നും കൂടെ എടുത്തെഴുതാം. അഡിനൈൻ എപ്പോഴും കാണുന്നത് എന്തിനോടൊപ്പമാണ്? തൈമിനൊപ്പമാണ്. എന്നാൽ ഗ്വാനിൻ കാണുന്നത് സൈറ്റോസിനൊപ്പമാണ്. Clear? So we'll move on with the next. Question number 15. The process of copying the DNA sequence of a gene into messenger RNA is called. Options given are transference, transcription, translocation and translation. So protein synthesisമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ട രണ്ട് ടെർമിനോളജീസ് ഉണ്ട്. ഏതൊക്കെയാണത്? ഒന്ന് ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ഒന്ന് ട്രാൻസ്ലേഷൻ. ഇപ്പൊ ട്രാൻസ്ക്രിപ്ഷനിൽ എന്താ സംഭവിക്കുക? DNA മെസ്സഞ്ചർ RNA ആയിട്ട് ചേഞ്ച് ആവുന്നു എന്നുള്ളതാണ്. എന്നാൽ ട്രാൻസ്ലേഷനിലാണെങ്കിലോ മെസ്സഞ്ചർ RNA ഈസ് ഗെറ്റിംഗ് കൺവേർട്ടഡ് ടു പ്രോട്ടീൻ. ഓക്കെ, അപ്പോ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഈ ചോദ്യത്തിന്റെ ഉത്തരം ക്ലിയർ ആയിട്ടുണ്ടാവും. സോ ഫോർ ദ ക്വസ്റ്റ്യൻ നമ്പർ 15 the answer is option B, transcription. So DNA sequence is converting to messenger RNA. Now question number 16. Which mode of information transfer usually does not occur? ഏത് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫറിംഗ് ആണ് സാധാരണയായി ഉണ്ടാകാത്തത് എന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെ നമ്മുടെ മോളിക്കുലർ ബയോളജി നിങ്ങൾ അറിയേണ്ടുന്നതുണ്ട്. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി, DNA ടു പ്രോട്ടീൻ ആണ്. അത് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. സോ എപ്പോഴും DNA ക്യാൻ ബി കോപ്പീഡ്. അപ്പൊ DNA ക്യാൻ ബി കോപ്പീഡ് ടു DNA. DNA കോപ്പി ചെയ്യുന്നതിന് പറയുന്ന പേരാണ് എന്താണ്? DNA റെപ്ലിക്കേഷൻ. ഓക്കെ,
സോ DNA ക്യാൻ ബി കൺവേർട്ടഡ് ടു മെസ്സഞ്ചർ RNA. നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ ഞാൻ പറഞ്ഞതാണ് DNA മെസ്സഞ്ചർ RNA ആയി കൺവേർട്ട് ചെയ്യുന്നതിന് എന്താ പറയുക? DNA മെസ്സഞ്ചർ RNA ആയി കൺവേർട്ട് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ട്രാൻസ്ക്രിപ്ഷൻ, അല്ലെ? ഇനി മെസ്സഞ്ചർ RNAക്ക് എന്താകാം, എന്തായിട്ട് കൺവേർട്ട് ചെയ്യാന്ന് പറഞ്ഞു? പ്രോട്ടീൻ ആയിട്ട് കൺവേർട്ട് ചെയ്യാന്ന് പറഞ്ഞു, അല്ലെ? മെസ്സഞ്ചർ RNA പ്രോട്ടീനായി കൺവേർട്ട് ചെയ്യുന്നതിന് നമ്മൾ എന്താ പഠിച്ചത്? ട്രാൻസ്ലേഷൻ. Then RNA can be replicated to RNA. അതിനെന്താ പറയാ? RNA replication. ഇനി RNA can be converted to DNA. RNA DNA ആയി തിരിച്ചു കൺവേർട്ട് ചെയ്യുന്നതിന് പറയുന്ന പേരാണെന്ത്? റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ. ഓക്കെ, സോ നമ്മുടെ ന്യൂക്ലിക് ആസിഡിന് എന്താണ്? ന്യൂക്ലിക് ആസിഡ് ആകാൻ പറ്റും. എന്നാൽ ന്യൂക്ലിക് ആസിഡ് പ്രോട്ടീനായി കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രോട്ടീനിൽ നിന്നും പ്രോട്ടീൻ ആകാനോ അല്ലെങ്കിൽ പ്രോട്ടീനിൽ നിന്നും തിരിച്ച് ന്യൂക്ലിക് ആസിഡ് ആവുക എന്ന് പറയുന്നത് ഇംപോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോ ഇവിടെ ഓപ്ഷൻ സി, DNA ടു പ്രോട്ടീൻ ഡയറക്ട്ലി ആവാൻ പറ്റില്ല. DNA മെസ്സഞ്ചർ RNA ആയതിനു ശേഷം മെസ്സഞ്ചർ RNA ആണ് പിന്നെ എന്തായി മാറുന്നത്? പ്രോട്ടീൻ ആയിട്ട് മാറുന്നത്. അതാണ് ആ മോളിക്കുലർ ബയോളജിയുടെ സിമ്പിൾ സ്റ്റെപ്സ് വാട്സൺ പറഞ്ഞിട്ടുള്ള ഒരു കൺവേർഷൻ പ്രോസസ് അറിയുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. A medical disorder resulting from mutation in the DNA repair system is. DNA റിപ്പയറിംഗ് സിസ്റ്റത്തിൽ വരുന്ന ഒരു മ്യൂട്ടേഷൻ, അതിന് ആ മെഡിക്കൽ ഡിസോർഡറിന് എന്ത് പേര് പറയും എന്നാണ് ചോദ്യം. കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ, ബ്ലൂം സിൻഡ്രോം. എന്താണ് ബ്ലൂം സിൻഡ്രോം എന്ന് പറയുന്നത്? അതൊരു ഓട്ടോസോമൽ റെസസീവ് ആയിട്ടുള്ള ഒരു ഡിസോർഡർ ആണ്. ഈ അസുഖം വന്നു കഴിഞ്ഞാൽ ദ ചൈൽഡ് വിൽ ബി അപ്പിയറിംഗ് ലൈക്ക് ദിസ്. സോ ഗ്രോത്ത് റിട്ടാർഡേഷൻ കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ കൂടുതൽ വെയിലിൽ എക്സ്പോസ് ആയി കഴിഞ്ഞാൽ ബട്ടർഫ്ലൈ റാഷസ് മുഖത്തുണ്ടാവുന്നു. ക്യാൻസർ ഡെവലപ്പ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ റിസ്ക് ആയിട്ടുള്ള ആൾക്കാരാണ് പേഴ്സൺ വിത്ത് എ ബ്ലൂം ഡെഫിഷ്യൻസി ഓർ ബ്ലൂം സിൻഡ്രോം. ക്ലിയർ? സോ ദിസ് ഹാപ്പൻ ഡ്യൂ ടു ദ mutation in the DNA structure. Next, 18th question. Principal electrolyte of intracellular fluid compartment is. Intracellular fluid കാണുന്ന പ്രിൻസിപ്പൽ ഏതാണ്? ഫ്ലൂയിഡ് ഏതാണ് എന്നാണ് ചോദ്യം. ആൻസർ ഈസ് ഓപ്ഷൻ സി, പൊട്ടാസ്യം. സോ എപ്പോഴും PSC ചോദിക്കുന്ന ചോദ്യമാണ് മോസ്റ്റ് അബണ്ടന്റ് ഇൻട്രാസെല്ലുലാർ കാറ്റയോൺ അല്ലെങ്കിൽ മോസ്റ്റ് അബണ്ടന്റ് എക്സ്ട്രാ സെല്ലുലാർ കാറ്റയോൺ എന്നൊക്കെ പറഞ്ഞ ചോദ്യങ്ങൾ ഒരുപാട് പ്രാവശ്യം ചോദിക്കാറുണ്ട്. സോ പൊട്ടാസ്യം ആണ് നമ്മുടെ ഇൻട്രാസെല്ലുലാർ ഫ്ലൂയിഡ് കമ്പാർട്ട്മെന്റിൽ കാണുന്ന ഇലക്ട്രോലൈറ്റ്. തെറ്റാണ്ട് പഠിച്ചു വെക്കുക. നൗ മൂവ് ഓൺ ടു ദ ക്വസ്റ്റ്യൻ നമ്പർ 19. Process that draws the solvent from a less concentrated solute through a selective permeable membrane into more concentrated solute till the point of equalization is called. The options given is osmosis, diffusion, ultrafiltration and filtration. So correct answer എന്ന് പറയുന്നത് ഓപ്ഷൻ എ, ഓസ്മോസിസ് ആണ്. ഫ്ലൂയിഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസ് അതുപോലെ തന്നെ നമ്മുടെ റീനൽ സിസ്റ്റം പഠിക്കുമ്പോഴും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇതാണ്, ബേസിക് കാര്യങ്ങളാണ് ഓസ്മോസിസ്, ഡിഫ്യൂഷൻ, ഫിൽട്രേഷൻ എന്നിങ്ങനെയുള്ള ടെർമിനോളജീസ്. ഓസ്മോസിസ് എന്ന് പറയുമ്പോൾ ലെസ് കോൺസെൻട്രേഷനിൽ നിന്ന് ഹയർ കോൺസെൻട്രേഷനിലേക്ക് ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ വഴി സൊല്യൂട്ട് മൂവ് ആവുകയാണെങ്കിൽ അതിന് ഓസ്മോസിസ് എന്നാണ് പറയുക. എന്നാൽ ഹയർ ടു ലോവർ ഗ്രേഡ്, ഹയർ ടു ലോവറിലേക്ക് ഒരു സൊല്യൂട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് ഡിഫ്യൂഷൻ എന്ന് പറയാം. ഇനി ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറിന്റെ ബേസിസിലാണ് സൊല്യൂട്ട്സ് ഹയർ ടു ലോവർ കോൺസെൻട്രേറ്റിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഫിൽട്രേഷൻ എന്ന് പറയുന്നു. അപ്പോ ഇതെല്ലാം ഹീമോഡയാലിസിസ് പഠിക്കുമ്പോഴും നിങ്ങൾ അവിടെ പഠിക്കുന്ന കാര്യമാണ്. നമ്മുടെ തിയറി ക്ലാസ്സുകളിൽ നമ്മൾ ഇതെല്ലാം തന്നെ കവർ ചെയ്യും. ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, now 20th question. Deficiency of essential fatty acid result in. Options given: keratomalacia, phrenoderma, rickets,
ഹൈപ്പർ പിഗ്മെന്റേഷൻ. ഇവിടെ എസെൻഷ്യൽ ഫാറ്റി ആസിഡ് കുറയുന്നത് കാരണം ശരീരത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ എന്താ എസെൻഷ്യൽ ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത്? നമ്മുടെ ശരീരത്തിന് ഉൽപ്പാദിപ്പിക്കാൻ പറ്റാത്തത്, അതുകൊണ്ട് തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ തീർച്ചയായും ഉൾപ്പെടുത്തേണ്ടുന്ന ടൈപ്പ് ഓഫ് ഫാറ്റി ആസിഡ്സിനെയാണ് എസെൻഷ്യൽ ഫാറ്റി ആസിഡ് എന്ന് പഠിക്കുക. ഇതേപോലെ ഒരു ക്ലാസിഫിക്കേഷൻ പ്രോട്ടീൻസ് പഠിക്കുമ്പോഴും നമ്മൾ പഠിക്കുന്നുണ്ട്. എസെൻഷ്യൽ അമിനോ ആസിഡ്, കണ്ടീഷണലി എസെൻഷ്യൽ, നോൺ എസെൻഷ്യൽ എന്ന കാറ്റഗറി പഠിക്കുന്നുണ്ട്. ഇവിടെ എസെൻഷ്യൽ ഫാറ്റി ആസിഡ് കുറഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ സബ്ക്യൂട്ടേനിയസ് ലെയർ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന്റെ മൃദുത്വം മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് അത്യാവശ്യം വേണ്ടുന്ന ഘടകങ്ങളാണ് വൈറ്റമിൻ എയുടെ പ്രസൻസ്, അതുപോലെ തന്നെ ഫാറ്റിന്റെ പ്രസൻസ്. അപ്പോൾ ഫാറ്റിന് നമ്മുടെ ബോഡിയിൽ എപ്പിത്തീലിയൽ സെൽസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഒരു ഇമ്പോർട്ടന്റ് റോള് വഹിക്കുന്നുണ്ട്. അപ്പോൾ ഫാറ്റ് റെഡ്യൂസ് ആയി കഴിഞ്ഞാൽ വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ഉണ്ട് എങ്കിൽ അവരിൽ കാണുന്ന കണ്ടീഷനാണ് എന്ത്? ഫ്രീനോഡെർമ അഥവാ ടോട്ട് സ്കിൻ എന്ന് നമുക്ക് പറയാം. ദെൻ കെരാറ്റോമലേഷ്യ, വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസിയുമായി ബന്ധപ്പെട്ടാണ് കെരാറ്റോമലേഷ്യ എന്ന് നമ്മൾ അറിയുക. സോ ലിക്വിഫിക്കേഷൻ ഓഫ് ദ ഐ, നമ്മുടെ കണ്ണിന്റെ അകത്തുള്ള സബ്സ്റ്റൻസ് വളരെ ഒബേക്ക് ആയിട്ട് അത് പെട്ടെന്ന് പൊട്ടുന്ന രീതിയിൽ എത്തുന്ന ഒരു അവസ്ഥയാണ്. ഇറ്റ് റിക്വയർസ് എമർജൻസി മെഡിക്കൽ മാനേജ്മെന്റ്. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? റിവേഴ്സിബിൾ, ഒരിക്കലും തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത രീതിയിലുള്ള വിഷൻ ലോസ് ആണ് സംഭവിക്കുക. ഇനി റിക്കറ്റ്സ്, വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന അസുഖമാണ്. കുഞ്ഞുങ്ങളിൽ റിക്കറ്റ്സ് ഉണ്ടാകുന്നു, അഡൽട്ടിൽ ഓസ്റ്റിയോമലേഷ്യ ഉണ്ടാകുന്നു. ഇതിന്റെയൊക്കെ ഡീറ്റെയിലിംഗ് നമ്മുടെ ന്യൂട്രീഷൻ ക്ലാസ്സുകളിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 20 നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് കരുതുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 21 നമുക്ക് പോകാം. വിച്ച് ഓഫ് ദ ലെയർ ഓഫ് ആർട്ടറി കണ്ടെയ്ൻസ് സ്മൂത്ത് മസിൽസ്? അപ്പോൾ നമ്മുടെ ബ്ലഡ് വെസൽസ് അല്ലെ, ബ്ലഡ് വെസൽസിൽ ഏതൊക്കെ ലെയർ ആണുള്ളതെന്നും അത് എന്തൊക്കെയാണ് അതിന്റെ ഏതൊക്കെ ഔട്ടർ ഏതാണ്, ഇന്നർ ഏതാണ് എന്നൊക്കെ അറിഞ്ഞാൽ മാത്രമേ ഈ ചോദ്യത്തിന് നമുക്ക് തെറ്റാണ്ട് ഉത്തരം പറയാൻ പറ്റുള്ളൂ. ഇത് അനാറ്റമി പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ട്യൂണിക്ക ഇന്റേണ, ട്യൂണിക്ക മീഡിയ, ട്യൂണിക്ക ആൽബ, ട്യൂണിക്ക എക്സ്റ്റേണ. ഓക്കെ, അപ്പൊ ബ്ലഡ് വെസൽസിന്റെ ലെയർ നമുക്ക് പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടും നമുക്ക് 3 ലെയർ ഓഫ് ബ്ലഡ് വെസൽസ് ആണ് ഉള്ളത്. അവ ഏതൊക്കെയാണെന്നുള്ളത് അറിയുക. ഒന്ന് ട്യൂണിക്ക അഡ്വന്റീഷ്യ, ഔട്ടർ ലെയർ ആണ്. നെക്സ്റ്റ് ഈസ് ട്യൂണിക്ക മീഡിയ ഓർ മിഡിൽ ലെയർ. അപ്പൊ ട്യൂണിക്ക മീഡിയ എന്ന് പറയുമ്പോൾ തന്നെ മിഡിൽ ലെയർ ആണ് എന്നറിയുക. അപ്പൊ ഈ മിഡിൽ ലെയർ ആണ് എന്തിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്? സ്മൂത്ത് മസിൽസ് ഹോൾഡ് ചെയ്യുന്നത്. ഇവിടെ ഇലാസ്റ്റിക് ടിഷ്യൂസ് ആണ് ഇവിടെ കാണുന്നത്. ഇനി അടുത്ത ലെയർ, ഏറ്റവും ഇന്നർ മോസ്റ്റ് ലെയർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ട്യൂണിക്ക ഇന്റിമ. സോ ട്യൂണിക്ക ഇന്റിമ ഇന്നർ മോസ്റ്റ് ലെയർ ആണ്. അതുപോലെ തന്നെ ഇവിടെ കവർ ചെയ്തിട്ടുള്ളത് സ്ക്വാമസ് എപ്പിത്തീലിയം കൊണ്ടിട്ടാണ് എന്നറിയുക. ക്ലിയർ? So these are the 3 layers of blood vessel: adventitia, outermost layer; media, middle layer, which is holding the smooth muscles; then intima, which is the innermost layer, which is covered with squamous epithelium. I hope you are clear with question number 21. Blood vessels പഠിക്കുമ്പോൾ blood vessels അതിന്റെ സ്ട്രക്ചറും അതിന്റെ അതിന്റെ പത്തോളജി, ആർത്രോസ്ക്ലിറോസിസ് എന്ന കണ്ടീഷൻ എന്താണ്, ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. നമ്മുടെ അനാറ്റമി ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ആയിട്ട് തന്നെ നമ്മുടെ ക്ലാസ് എടുക്കുന്നതായിരിക്കും. അടുത്ത ചോദ്യം, ആൽഫ സെൽസ് ഓഫ് പാൻക്രിയാസ് എന്താണ് ഉൽപ്പാദിപ്പിക്കുന്നതെന്നാണ്. ഓപ്ഷൻ തന്നിട്ടുള്ളത് ഇൻസുലിൻ, സൊമാറ്റോസ്റ്റാറ്റിൻ, സൊമാറ്റോട്രോപ്പിൻ ആൻഡ് ഗ്ലൂക്കഗോൺ. ഇവിടെ അറിയേണ്ടുന്നത് പാൻക്രിയാസ് എന്ന ഗ്ലാൻഡ് ആണ് ഈ ആൽഫ സെൽസ് അല്ലെങ്കിൽ ബീറ്റ സെൽസ് ഇതെല്ലാം ഹോൾഡ് ചെയ്യുന്നത്. പാൻക്രിയാസ് എന്ന ഗ്രന്ഥി എവിടെയായിരിക്കുന്നത്? നമ്മുടെ അബ്ഡമന്റെ ലെഫ്റ്റ് ഹൈപ്പോകോൺട്രിയാക് റീജിയനിൽ സ്ഥിതി ചെയ്യുന്ന ഓർഗൻ ആണ് എന്ത്? പാൻക്രിയാസ്. അപ്പോ പാൻക്രിയാസിന്റെ വെയിറ്റ് എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾ എത്ര പറയും? ഇറ്റ് 60 gram ആണ് വെയിറ്റ്. ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 12 to 15 സെന്റിമീറ്റർ ആണ് ലെങ്ത്. അപ്പൊ പാൻക്രിയാസിൽ നിന്ന് എപ്പോഴും ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് പാൻക്രിയാസിന്റെ ഫംഗ്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ബോത്ത് എൻഡോക്രൈൻ ആസ് വെൽ ആസ് എക്സോക്രൈൻ ഗ്ലാൻഡും കൂടെയാണ് പാൻക്രിയാസ്. പാൻക്രിയാസിന്റെ കാണുന്ന സെൽസ് ആണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ബീറ്റ സെൽസ് ആണ് ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ ആൽഫ സെൽസ്, ബീറ്റ സെൽസ്, അതുപോലെ തന്നെ ഡെൽറ്റ സെൽസ് ആൻഡ്
ട്രോപ്പിൻ എന്നിങ്ങനെ 4 കാര്യങ്ങളാണുള്ളത്. ഇതിൽ ആൽഫ സെൽസ് ഗ്ലൂക്കഗോൺ ആണ് റിലീസ് ചെയ്യുക. ദെൻ ബീറ്റാ സെൽസ് എന്താ സെക്രീറ്റ് ചെയ്യുക? ഇൻസുലിൻ ആണ് ഉത്പാദിപ്പിക്കുന്നത്. എന്നാൽ ഡെൽറ്റ സെൽസ് ആണെങ്കിൽ സൊമാറ്റോസ്റ്റാറ്റിൻ. സൊമാറ്റോട്രോപ്പിൻ ഞാൻ ഇവിടെ ഒരു ഓപ്ഷൻ ആണ് പറഞ്ഞത്. സോ ഈ ഗ്ലൂക്കഗോൺ ആണ് നമ്മൾ ഓൾറെഡി കാർബോഹൈഡ്രേറ്റിന്റെ കൺവേർഷൻ പറഞ്ഞു. ഗ്ലൈക്കജൻ ഗ്ലൂക്കോസായി റീകൺവേർട്ട് ചെയ്യുന്നത് ഗ്ലൂക്കഗോണിന്റെ പ്രസൻസിലാണ്. എന്നാൽ ശരീരത്തിൽ എത്തുന്ന ഗ്ലൂക്കോസ് ഗ്ലൈക്കജനായി സ്റ്റോർ ചെയ്യാനായി കൺവേർട്ട് ചെയ്യുന്നത് ഇൻസുലിന്റെ പ്രസൻസിലാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഇൻസുലിൻ ആണ് നമ്മുടെ ശരീരത്തിൽ കൂടി നിൽക്കുന്ന ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിനെ ബാക്ക് ടു നോർമൽ കൊണ്ടുവരാനായി സഹായിക്കുന്നത്. ഇനി സൊമാറ്റോട്രോപ്പിൻ എന്ന് പറയുന്നത് ഒരു ഗ്രോത്ത് ഹോർമോൺ ആണ്. ഈ ഗ്രോത്ത് ഹോർമോൺ എവിടെ നിന്നാണ് സെക്രീറ്റ് ചെയ്യപ്പെടുന്നത്? നമ്മുടെ ആന്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നാണ് എന്ത് സെക്രീറ്റ് ചെയ്യുക? സൊമാറ്റോട്രോപ്പിൻസ് സെക്രീറ്റ് ചെയ്യുക. അപ്പൊ ഇവിടെ ആൽഫ സെൽസ് ഓഫ് പാൻക്രിയാസ് സെക്രീറ്റ് ചെയ്യുന്നത് ഗ്ലൂക്കഗോൺ ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 23. പ്ലേറ്റ്ലെറ്റ്സ് ഗെറ്റ് ആക്ടിവേറ്റഡ് when they come in contact with ഹെപ്പാരിൻ ആണോ, കൊളാജൻ ആണോ, ഫൈബ്രിനോജൻ ആണോ, എൻഡോത്തീലിയം ആണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഒരു കട്ട് ഇഞ്ചുറി ഉണ്ടായി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അവിടെ എന്താ സംഭവിക്കുക? ബ്ലീഡിങ് ഉണ്ടാവും. അവിടെ എപ്പിത്തീലിയൽ ലെയർ ഡാമേജ് ആവുകയാണ് ചെയ്യുക, അല്ലെ? അപ്പൊ എപ്പിത്തീലിയൽ ലെയർ ഡാമേജ് ആകുമ്പോൾ അവിടത്തേക്ക് ആര് ഓടിയെത്തുകയാണ്? പ്ലേറ്റ്ലെറ്റ്സ് ഓടിയെത്തുന്നു. ഈ പ്ലേറ്റ്ലെറ്റ്സ് കൊളാജനുമായി കമ്പൈൻ ചെയ്യുമ്പോഴാണ് പ്ലേറ്റ്ലെറ്റ്സ് ആക്ടിവേറ്റ് ആകുന്നത്. അപ്പോ ആൻസർ ഓപ്ഷൻ ബി ആണ്, കൊളാജൻ ആണ്. പ്ലേറ്റ്ലെറ്റ് കൊളാജനുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോഴാണ് അതിന്റെ ആക്റ്റീവ് ഫോമിലേക്ക് എത്തുക. അപ്പൊ എങ്ങനെയാണ് പ്ലേറ്റ്ലെറ്റ് നമ്മുടെ സെൽ വോൾ ഡാമേജ് റിപ്പയറിങ്ങിന് സഹായകരമാകുക? പ്ലേറ്റ്ലെറ്റ് ഒരിടത്ത് ഡാമേജ് ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ഓടിയെത്തുന്നു. അവിടെ കൊളാജനുമായി കമ്പൈൻ ചെയ്ത് ഒരു സ്റ്റിക്കി അപ്പിയറൻസ് ഉണ്ടാക്കുന്നു. അവിടെ വാസോ കൺസ്ട്രക്ഷൻ സംഭവിക്കുന്നു. എങ്ങനെയാണ് വാസോ കൺസ്ട്രക്ഷൻ സംഭവിക്കുക? അവിടെ സിറോട്ടോണിൻ എന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിനെ റിലീസ് ചെയ്യുന്നു. ഈ സിറോട്ടോണിൻ ആണ് വാസോ കൺസ്ട്രക്ഷന് കാരണമാകുക. അപ്പൊ അങ്ങോട്ടേക്കുള്ള ബ്ലഡ് ഫ്ലോ എന്ത് ചെയ്യുന്നു? കുറയുന്നു. അത്തരത്തിലാണ് നമ്മുടെ ശരീരത്തിലുള്ള എപ്പിത്തീലിയൽ ഡാമേജ് പ്രിവെന്റ് ചെയ്യാനായിട്ട് പ്ലേറ്റ്ലെറ്റ് സഹായിക്കുന്നത്. അപ്പോ ബ്ലീഡിംഗ് ഫാക്ടേഴ്സ് ഏതെങ്കിലും കുറവുള്ള ആൾക്കാരാണെങ്കിൽ അവിടെ എന്തുവാണ്? ബ്ലീഡിംഗ് ടൈം കൂടുന്നു, PTINR ഒക്കെ ലെങ്ത് ആയി പോകുന്നു. 24 ക്വസ്റ്റ്യൻ. A disease condition caused by bacteria and characterized by fluid-filled alveoli and inflammation is. അപ്പൊ ഇത് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ക്വസ്റ്റ്യന്റെ ആൻസർ മനസ്സിലായിട്ടുണ്ടാവും. ഓപ്ഷൻ തന്നിട്ടുള്ളത് സാൾസ്, അമൈലോയിഡോസിസ്, ARDS ആൻഡ് ഓപ്ഷൻ ഡി ന്യൂമോണിയ ആണ്. അപ്പോ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ഡി ന്യൂമോണിയ ആണ്. അപ്പൊ എന്താ ന്യൂമോണിയ എന്ന് പറഞ്ഞാല് ഏതെങ്കിലും ഒരു ബാക്ടീരിയയുടെയോ വൈറസിന്റെയോ അല്ലെങ്കിൽ മൈക്കോപ്ലാസ്മയുടെയോ ഫംഗയുടെയോ എന്തിന്റെയോ ഒരു ആക്രമണം കൊണ്ടാകട്ടെ നമ്മുടെ ലങ്സിൽ എന്ത് സംഭവിക്കുന്നു? ആൽവിയോളയില് ഫ്ലൂയിഡ് ഫില്ലിംഗ് സംഭവിക്കുന്നു. അങ്ങനെ ആൽവിയോളർ ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നു. അതുമായി ബന്ധപ്പെട്ട് ഉള്ള ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസും കാര്യങ്ങളും ഉണ്ടാകുന്നു. അപ്പോ ഏറ്റവും കൂടുതൽ the organism responsible for lobar pneumonia is Streptococcus. So Streptococcus pneumonia ആണ് ലോബർ ന്യൂമോണിയക്ക് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഓർഗാനിസം. എന്നാൽ ഇത് ഇപ്പോ ഹോസ്പിറ്റൽ അക്വേർഡ് ന്യൂമോണിയ ഉണ്ട്. ഇപ്പോ വെന്റിലേറ്ററിലൊക്കെ കിടക്കുന്ന പേഷ്യൻസിന് പെട്ടെന്ന് ന്യൂമോണിയ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അവിടെ ഏതൊക്കെ ഓർഗാനിസംസ് ആണ്? ക്ലബ്സിയല്ല, സ്യൂഡോമോണസ്, ഇവയെല്ലാം ഹോസ്പിറ്റൽ അക്വേർഡ് ന്യൂമോണിയക്ക് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. ഇനി ബാക്കി ഓപ്ഷൻസ് തന്നിട്ടുള്ളത് നോക്കാം. സാൾസ് കോ വൈറസ്, അപ്പോൾ കൊറോണ വൈറസ് ആണ്. സാൾസ് കൊറോണ വൈറസ് അതൊരു റെസ്പിറേറ്ററി ഇൽനെസ് ആണ്, ഒരു പാൻഡമിക്. ഇപ്പൊ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഗ്ലോബൽ പാൻഡമിക് സിറ്റുവേഷന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഓർഗാനിസം ആണ് സാൾസ് കൊറോണ വൈറസ്. ദെൻ അടുത്ത എന്താണ്? അമൈലോഡയോസിസ്.
സോ അതൊരു വളരെ റെയർ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. ഇവിടെ എന്താ സംഭവിക്കുക, അമൈലോയിഡ് പ്രോട്ടീൻസ് ബോൺ മാരോയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബോൺ മാരോയിൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നമ്മുടെ ബോൺ മാരോയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന അമൈലോയിഡ് പ്രോട്ടീൻസ് ടിഷ്യൂസിലും ഓർഗൻസിലും ഒക്കെ കയറി ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള സൈൻസ് ആൻഡ് സിംറ്റംസ് കാണിക്കുന്നു. അപ്പൊ ഇവിടെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻ എന്താ നമുക്ക് കൊടുക്കാൻ സാധിക്കുക, സ്റ്റെം സെൽ തെറാപ്പിയോ അല്ലെങ്കിൽ കീമോതെറാപ്പിയോ ഒക്കെയാണ് ട്രീറ്റ്മെന്റ് ഓപ്ഷൻ ആയിട്ട് ഇവിടെ സജസ്റ്റ് ചെയ്യാവുന്നത്. ഇനി ARDS അല്ലെ, റെസ്പിറേറ്ററി ഡിസ്ട്രസ് ആണ്. അപ്പൊ എയർ സാക്ക്, ലങ്സിലുള്ള എയർ സാക്സിലെല്ലാം തന്നെ ഫ്ലൂയിഡ് കയറി കളക്ട് ചെയ്യപ്പെടുന്ന അവസ്ഥയാണ് ARDSൽ കാണാൻ സാധിക്കുക. അപ്പൊ എന്ത് സംഭവിക്കുന്നു, അവിടെ ഓക്സിജന്റെ ഇൻസഫിഷ്യൻസി ഉണ്ടാവുന്നു. അപ്പൊ പേഷ്യന്റിന് ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് ഉണ്ടാവുന്നു. ഈ ഡിസ്നിക് സ്റ്റേറ്റിനെ ഓവർകം ചെയ്യാൻ പേഷ്യന്റിന് ചിലപ്പോൾ വെന്റിലേറ്ററിന്റെ സഹായം വേണ്ടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഓക്സിജൻ സപ്പോർട്ട് കൊടുക്കേണ്ടുന്ന അവസ്ഥ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവിടത്തെ ചോദ്യത്തിന് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം ന്യൂമോണിയ, ഓപ്ഷൻ ഡി ന്യൂമോണിയയാണ്. ക്ലിയർ ആയല്ലോ. ഇനി 25ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. Question number 25. Tissue injury followed by acute inflammation and marked neutrophil reaction leads to options: resolution, fibrosis, suppuration, chronic inflammation. ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി, സപ്പറേഷൻ ആണ്. അപ്പൊ എന്താ സപ്പറേഷൻ എന്ന് പറഞ്ഞാല്, ലാർജ് എമൗണ്ടിൽ പസ് സെക്രീറ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സപ്പറേഷൻ എന്ന് പറയാം. സോ ലാർജ് എമൗണ്ട് ഓഫ് പസ് പ്രൊഡക്ഷൻ. അപ്പൊ ഇതെങ്ങനെയാണ് സംഭവിക്കുക, ന്യൂട്രോഫിൽസ് കൂടുതലായിട്ട് അക്യൂമുലേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഓട്ടോലൈസിസ് എന്ന പ്രക്രിയ നടക്കുന്നു. അപ്പോൾ സ്വന്തം ലൈസോസൈമൽ എൻസൈംസ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ട്രക്ട് ചെയ്യപ്പെടുന്നു. അങ്ങനെ അവിടെ എന്താ സംഭവിക്കുക, ടിഷ്യൂ ഡിസ്ട്രക്ഷൻ സംഭവിക്കുന്നു. അപ്പോ ടിഷ്യൂ ഡിസ്ട്രക്ഷൻ സംഭവിക്കുമ്പോൾ അവിടെ പസ് ഫോർമേഷൻ ഉണ്ടാവുന്നു. അതിന് പറയുന്ന പേരാണ് സപ്പറേഷൻ. ഇത് കാണുന്ന ഇത് പിന്നെ നമ്മുടെ ടെർമിനോളജീസിൽ കൊടുത്തിട്ടുള്ളതാണ് റെസല്യൂഷൻ. എന്താ റെസല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡാമേജ്ഡ് ആയിട്ടുള്ള സെൽസിനെ എല്ലാം ക്ലിയർ ഓഫ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് റെസല്യൂഷൻ എന്ന് പറയുക. ഇനി ഫൈബ്രോസിസ് എന്നൊരു ടെർമിനോളജി കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ നോർമൽ പാരൻകൈമൽ സെൽസിനെ കണക്റ്റീവ് ടിഷ്യൂൽ റീപ്ലേസ് ചെയ്യപ്പെട്ട് അവിടെ ഒരു പെർമനന്റ് സ്കാർ മാർക്ക് ഫോം ചെയ്യുകയാണെങ്കിൽ അതിനെ ഫൈബ്രോസിസ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 25ന്റെ എക്സ്പ്ലനേഷൻ. acute inflammation and marked neutrophil reaction can lead to suppuration. Now question number 26. Illusion. Illusion is. This is a question from psychiatric point of view. നമ്മുടെ പെർസെപ്ഷനുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന വേർഡ്സ് ആണ് ഇല്യൂഷൻ, ഹാലൂസിനേഷൻ, ഡീപേഴ്സണലൈസേഷൻ, ഡീറിയലൈസേഷൻ, എങ്ങനെ ടെർമിനോളജീസ് ഒക്കെ. ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ തിയറി ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നതായിരിക്കും. ഇവിടെ ഇല്യൂഷൻ ആൻഡ് ഹാലൂസിനേഷൻ ഇവയുടെ വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കുക. ഇല്യൂഷൻ എന്ന് പറയുമ്പോൾ മിസ്ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റിമുലൈ, മിസ്ഇന്റർപ്രിട്ടേഷൻ ഇൻ ദ പ്രസൻസ് ഓഫ് എ സ്റ്റിമുലൈ. ഒരു റോഡിലൂടെ നിങ്ങൾ നടന്നു പോകുമ്പോൾ അവിടെ ഒരു കയറ് കിടക്കുന്നുണ്ട്, ആ കയറിനെ കണ്ട് നിങ്ങൾ ഒരു പാമ്പാണ് എന്ന് തെറ്റിദ്ധരിച്ചാൽ അതിനെ ഇല്യൂഷൻ എന്നാണ് പറയുക. എന്താണ് ഹാലൂസിനേഷൻ എന്ന് പറയുന്നത്? ഒരു റോഡിലൂടെ നടക്കുമ്പോൾ അവിടെ ഒന്നുമില്ലെങ്കിൽ കൂടെ അയ്യോ അവിടെ ഒരു പാമ്പ് കിടക്കുന്നല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതിനെ ഹാലൂസിനേഷൻ എന്ന് പറയുന്നു. ഇതെല്ലാം പെർസെപ്ഷണൽ എറേഴ്സിൽ നിങ്ങൾ വരുന്ന കാര്യങ്ങളാണ്. അപ്പം സാധാരണ ഒരു വ്യക്തിക്ക് ഉണ്ടാകില്ല, എന്നാൽ മാനസിക അസ്വാസ്ഥ്യം ബാധിച്ച ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഡീവിയന്റ് ബിഹേവിയർ കാണിക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് ഇല്യൂഷൻ, അതുപോലെ തന്നെ ഹാലൂസിനേഷൻ ഒക്കെ. സോ ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്ന ഉത്തരം. ഡിസ്റ്റോർഷൻ ഓഫ് ദ എക്സ്റ്റേണൽ സ്റ്റിമുലൈ ഈസ് കോൾഡ് ഇല്യൂഷൻ. നൗ we will move on to the next question, question number 27. The tendency to group together objects that are same size, shape and color is known as. Options given for you is closure, continuation, similarity, nearness. ഇത് സൈക്കോളജി പഠിക്കുമ്പോൾ അവിടെ നിങ്ങൾ പഠിക്കുന്ന ആസ്പെക്ട് ആണ്. സോ അവിടെ പെർസെപ്ഷൻ
എന്നൊരു ടോപ്പിക്ക് നിങ്ങൾ പഠിക്കും. അപ്പോൾ പെർസെപ്ഷന്റെ കുറച്ച് പ്രിൻസിപ്പിൾസ് അറിയണം ഇതിന് കറക്റ്റ് ആയിട്ട് ഉത്തരം പറയണമെങ്കിൽ. സോ അവിടെ നിങ്ങൾ പഠിക്കുന്നതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഫിഗർ ഗ്രൗണ്ട് റിലേഷൻഷിപ്പ്, പ്രിൻസിപ്പിൾ ഓഫ് ക്ലോഷർ, പ്രിൻസിപ്പിൾ ഓഫ് ഗ്രൂപ്പിംഗ്, പ്രിൻസിപ്പിൾ ഓഫ് കോൺട്രാസ്റ്റ് എന്നിങ്ങനെയുള്ള പ്രിൻസിപ്പിൾസ് ഒക്കെ. അതറിഞ്ഞാൽ മാത്രമേ ഈ ചോദ്യത്തിന് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്ന ഉത്തരം ഓപ്ഷൻ സി, പ്രിൻസിപ്പിൾ ഓഫ് സിമിലാരിറ്റി ആണ്. അപ്പൊ അതെങ്ങനെയാണ് എന്നുള്ളത് ഞാൻ പറയാം. ഏകദേശം ഒരു സിമിലർ സൈസും ഷേപ്പിലും വരുന്ന കാര്യങ്ങളെ നമ്മൾ ഒന്നിപ്പിക്കുകയാണെങ്കിൽ അതിനെ സിമിലാരിറ്റി എന്ന് പറയുന്നു. അപ്പൊ എന്താ ക്ലോഷർ എന്ന് പറയുന്നത്? സോ ക്ലോഷർ എന്ന് പറയുന്നത് ഏകദേശം ഒരു ഒന്ന് അടുത്ത് വരുമ്പോ പാറ്റേൺ വന്നാൽ ഇൻകംപ്ലീറ്റ് ആയിരിക്കും. പക്ഷെ ആ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണെങ്കിൽ കൂടിയും അത് കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നുവെങ്കിൽ അതിനെ പ്രിൻസിപ്പിൾ ഓഫ് ക്ലോഷർ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്താം. അത് ക്ലിയർ ആക്കാൻ ഞാനൊരു എക്സാമ്പിൾ ഇവിടെ വരയ്ക്കാം. ഇപ്പോ ഇതൊരു ഇമേജ് ആണ് അല്ലെ. ഈ ഒരു ഇമേജ് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഇമേജ് ആണ് അല്ലെ. പക്ഷെ എന്നാൽ കൂടിയും ഈ ഇമേജ് കാണുമ്പോൾ ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആണ്. സോ ഇവിടെ ഞാനൊന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഡബ്ല്യു എന്ന വേർഡ് ആവുന്നു, അല്ലെങ്കിൽ ഇവിടെ രണ്ടും ജോയിൻ ചെയ്ത എം എന്നൊരു വേർഡിലോട്ട് എനിക്ക് കൊണ്ടെത്തിക്കാൻ പറ്റുന്നു. സോ ദിസ് ഇസ് കോൾഡ് പ്രിൻസിപ്പിൾ ഓഫ് ക്ലോഷർ. സോ ഇവിടെ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പാറ്റേണിനെ വി ആർ ടെൻഡ് ടു മേക്ക് ഇറ്റ് ക്ലോസ്. ക്ലിയർ? ദെൻ വാട്ട് ഈസ് കോൾഡ് പ്രിൻസിപ്പിൾ ഓഫ് കണ്ടിന്യൂവേഷൻ. സോ പ്രിൻസിപ്പിൾ ഓഫ് കണ്ടിന്യൂവേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ അത് മനസ്സിലാക്കാൻ പ്രിൻസിപ്പിൾ ഓഫ് ഗ്രൂപ്പിംഗിന്റെ അകത്ത് വരുന്ന കാര്യമാണ് ഈ കണ്ടിന്യൂവേഷൻ, സിമിലാരിറ്റി എന്ന ടെർമിനോളജീസ് ഒക്കെ. സോ കണ്ടിന്യൂവേഷൻ പറയുമ്പോ ഇപ്പോ ഏകദേശം ഞാനൊരു പടം വരയ്ക്കുകയാണ്. ഓക്കെ, ഈ ഒരു പടം കാണുമ്പോൾ തന്നെ ഇതിന്റെ കണ്ടിന്യൂറ്റി എങ്ങനെയായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈ രീതിയിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ വരച്ചു പോകാം. അപ്പൊ ഇങ്ങനെ പറയുന്നതിനെയാണ് പ്രിൻസിപ്പിൾ ഓഫ് കണ്ടിന്യൂവേഷൻ പറയുക. ഇനി എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് സിമിലാരിറ്റി? സോ പ്രിൻസിപ്പിൾ ഓഫ് സിമിലാരിറ്റി എന്ന് പറയുമ്പോൾ ലുക്ക് ലൈക്ക് ആയിട്ടുള്ള ഒബ്ജക്ട്സിനെ നമുക്ക് സിമിലറൈസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിനെയാണ് പ്രിൻസിപ്പിൾ ഓഫ് സിമിലാരിറ്റി എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ വരയ്ക്കുകയാണ്, ഒരു 4 ബോൾസ് വരയ്ക്കുന്നു. അതിൽ രണ്ടെണ്ണം ഞാൻ ഡാർക്ക് ഷെയ്ഡ് ചെയ്യുന്നു, രണ്ടെണ്ണം ഡാർക്ക് ഷെയ്ഡ് ചെയ്യുന്നില്ല. അപ്പൊ ഈ ഒരു ഇമേജ് തന്നെ ഞാൻ വീണ്ടും വരയ്ക്കുകയാണ്. അപ്പൊ ഈ ഇമേജ് കാണുമ്പോൾ നമുക്കൊന്ന് സിമിലറൈസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട് അല്ലെ. ഏകദേശം സിമിലർ ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് ഓക്കെ ഇതും ഇതുമാണ് സിമിലർ ആയിട്ടുള്ളത്, എന്നാൽ ഇതുമാണ് സിമിലർ ആയിട്ടുള്ളതെന്ന് പറയാൻ പറ്റുന്നു. ദാറ്റ് ഇസ് പ്രിൻസിപ്പിൾ ഓഫ് സിമിലാരിറ്റി. അപ്പൊ ഇതെല്ലാം പെർസെപ്ഷന്റെ പ്രിൻസിപ്പിൾസിൽ വരുന്ന കാര്യങ്ങളാണ്. നമ്മുടെ തിയറി ക്ലാസ്സുകളിൽ ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇത് പ്രിൻസിപ്പിൾ ഓഫ് സിമിലാരിറ്റി എന്ന ആൻസർ വന്നത് എങ്ങനെയാണ് എന്നുള്ളത് മാത്രം ഇവിടെ മനസ്സിലാക്കുക. സോ ഏകദേശം സിമിലർ ആയിട്ടുള്ള സൈസ്, ഷേപ്പ്, കളർ ഇവയെല്ലാം ടുഗദർ ചെയ്യുന്ന പ്രിൻസിപ്പിളിനെ പ്രിൻസിപ്പിൾ ഓഫ് സിമിലാരിറ്റി എന്നാണ് പറയുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 28. ഡിക്രീസ്ഡ് പെർസെപ്ച്വൽ റെസ്പോൺസ് ടു എ റിപ്പീറ്റഡ് സ്റ്റിമുലസ് ഈസ് നോൺ ആസ്. ഒരു സ്റ്റിമുലസ് വളരെയധികം പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുകയാണ് എങ്കിൽ നമ്മൾ അതിനെ പറയുന്നതാണ് എന്താ ഹാബിറ്റുവേഷൻ എന്ന് പറയുന്നത്. സോ when a thing is getting repeated and if you are getting motivated to repeat the behavior, it is becoming a habit അല്ലെ. അപ്പൊ രാവിലെ എണീറ്റ് ഉടനെ തന്നെ പല്ല് തേക്കുക, കുളിക്കുക, അല്ലെങ്കിൽ അത്തരത്തിൽ ദിനചര്യ വരണമെന്ന് നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ്? കൊച്ചുനാളിൽ മുതലേ നമ്മുടെ പാരന്റ്സ് പഠിപ്പിക്കുന്ന ആ ഒരു ഹാബിറ്റിന്റെ പാർട്ടായി ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇറ്റ്സ് ബിക്കമിങ് എ പാർട്ട് അല്ലെ, നമ്മുടെ ലൈഫിന്റെ പാർട്ടായി മാറുകയാണ്. സോ ദാറ്റ് ഈസ് ഡിക്രീസ് പെർസെപ്ച്വൽ റെസ്പോൺസ് ടു റിപ്പീറ്റഡ് സ്റ്റിമുലൈ. നമുക്കൊരു സ്റ്റിമുലൈ റിപ്പീറ്റ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് നെഗറ്റീവ് ആയിട്ടൊരു റെസ്പോൺസും കിട്ടുന്നില്ല, പകരം പോസിറ്റീവ് ആയിട്ട് കിട്ടുന്നു. പിന്നെ അത് ഡിക്രീസ് ആയി വരുന്നു. ദെൻ ഇറ്റ് ഈസ് ബിക്കമിങ് എ പാർട്ട് ഓഫ് അവർ ലൈഫ്. ദാറ്റ് ഈസ് കോൾഡ് ഹാബിറ്റുവേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 29. The information surrounding a stimulus. ഒരു സ്റ്റിമുലസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇൻഫർമേഷനെ എന്ത് പറയും എന്നുള്ളതാണ് ചോദ്യം. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, കോണ്ടെക്സ്റ്റ്. കോണ്ടെക്സ്റ്റ് സ്റ്റിമുലൈ എന്നൊരു സംഗതിയുണ്ട്. ഇത് സൈക്കോളജി, അതായത് കൊഗ്നിറ്റീവ് സൈക്കോളജിയിൽ വരുന്ന കാര്യമാണ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. സോ നമ്മുടെ
ഒരു സ്റ്റിമുലയെ എത്രത്തോളം ഒരാളുടെ പെർസെപ്ഷനിൽ അല്ലെങ്കിൽ അതിന്റെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോ നമ്മള് ഒരു കടയിൽ പോകുന്നു, നമ്മൾ എന്തെങ്കിലും ഒരു തിരിച്ചു വരുന്ന വഴിക്ക് പെട്ടെന്ന് നമ്മളവിടെ ആക്സിഡന്റ് കാണുകയാണ്. വി ആർ ബിക്കമിങ് എ പാർട്ട് ഓഫ് ഇറ്റ്, അല്ലെ? അപ്പൊ പെട്ടെന്ന് നമ്മളെ തേർഡ് പേഴ്സൺ ഒരാൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാല് ഓക്കെ, മേ ബി ബിക്കോസ് ഓഫ് അവർ മിസ്റ്റേക്ക് ഇറ്റ് ഹാസ് ഹാപ്പൻഡ് എന്ന് തെറ്റിദ്ധരിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. സോ ദാറ്റ് ഇസ് കോൾഡ് കോണ്ടെക്സ്റ്റ്. അപ്പോ ഒരു എൻവയോൺമെന്റിലെ ചില ഫാക്ടേഴ്സിന്റെ ഇൻഫ്ലുവൻസിൽ ഉണ്ടാകുന്ന ഒരു റെസ്പോൺസ്, ദാറ്റ് ഇസ് കോൾഡ് കോണ്ടെക്സ്റ്റ്. ഇനി 30ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ദ അൺകോൺഷ്യസ് കണ്ടെയ്ൻ. അപ്പൊ അൺകോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോ ഇത് നമ്മുടെ സൈക്കോളജിയിൽ നിന്ന് തന്നെ വരുന്ന മറ്റൊരു ചോദ്യമാണ്. നമ്മുടെ മൈൻഡിനെ നമുക്ക് പ്രധാനമായും 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം എന്നാണ് പറയുക. പ്രീ കോൺഷ്യസ്, കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ് എന്നിങ്ങനെ 3 ലെവലിൽ ക്ലാസിഫൈ ചെയ്യുന്നു. അപ്പൊ അൺകോൺഷ്യസ് എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ ദാറ്റ് ഈസ് ഔട്ട് ഓഫ് അവർ അവയർനെസ്, നമ്മുടെ ഓർമ്മ ചിന്താമണ്ഡലത്തിൽ ഇല്ലാത്ത, അതിനേക്കാൾ ഉള്ളിലേക്ക് അവബോധ മനസ്സിൽ മയങ്ങിക്കിടക്കുന്ന ഓർമ്മകളെയാണ് നമ്മൾ അൺകോൺഷ്യസ് മെറ്റീരിയൽസ് എന്ന് പറയുക. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. സോ ഇതിന്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്ലാസിന്റെ ആവശ്യമുണ്ട്. അതൊരു ചെറിയ മിനിറ്റിൽ എക്സ്പ്ലനേഷനിൽ തീർക്കാൻ പറ്റുന്നതല്ല. നമ്മുടെ സൈക്യാട്രി ക്ലാസ്സുകളിൽ, സൈക്കോളജി ക്ലാസ്സുകളിലെല്ലാം തന്നെ ഇതിന്റെ ഡീറ്റെയിലിംഗ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, question number 31. One difference between human being and animal is. So മനുഷ്യനെ മൃഗങ്ങളിൽ നിന്നും വ്യത്യാസമാക്കുന്നത് എന്ത് എന്നാണ് ചോദ്യം. And the option given as shared beliefs, common territory, division of work, persistence in time. So the answer is shared beliefs. So when comparing to animals, human beings they have shared beliefs. നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാല്യൂ സിസ്റ്റത്തിലാണ് നമ്മൾ താമസിക്കുക, അല്ലെ? Where we are sharing our values, our emotions, our viewpoints. So that makes us different from animals. So this thing is lacking in animals. അതുപോലെ തന്നെ ചിരിക്കാനുള്ള നമ്മുടെ കഴിവ്, മനുഷ്യന് ചിരിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ മൃഗങ്ങൾക്ക് അത്തരത്തിലൊരു കഴിവ് ലാക്കിംഗ് ആണ്. സോ ഇതെല്ലാമാണ് മനുഷ്യനെ മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. അതുപോലെ തന്നെ ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവ്, ഇതെല്ലാം മനുഷ്യനെ മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന കാര്യമാണ്. ഒരു ഫാക്ടർ മാത്രമാണ് ഷെയർഡ് ബിലീഫ് എന്ന് പറയുന്നത്. Question number 32. Social structure of a society is a network of. This is a question from sociology. Institutional relations, value system, traditions, compliance to norm. സോ നമ്മുടെ സൊസൈറ്റിയിലുള്ള സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ നെറ്റ്വർക്ക് ഓഫ് കംപ്ലയൻസ് ഓഫ് നോംസ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അപ്പോ നോംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഏരിയയിൽ ഒരു കൂട്ടം ആൾക്കാർ ഒന്നിച്ച് താമസിക്കുമ്പോൾ അവർ ഈക്വലി ഷെയർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു സൊസൈറ്റിയുടെ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഒരു ഗ്രൂപ്പിലെ ആൾക്കാർ കോമൺലി ഷെയർ ചെയ്യുന്ന അവരുടെ വിശ്വാസങ്ങളാവാം, അല്ലെങ്കിൽ അവരുടെ ഡിസിപ്ലിന്റെ കാര്യങ്ങളാവാം. ഇപ്പോ പുരുഷന്മാര് എന്താണ് വലിയ ഹൈഫൈ വെസ്റ്റേൺ സ്റ്റൈലിൽ ഡ്രസ് ചെയ്യാൻ പാടില്ല, നമ്മുടേതായിട്ടുള്ള ഒരു ഇന്ത്യൻ കൾച്ചറിൽ നടക്കണം എന്ന് നമ്മുടെ ഒരു സമൂഹം തീരുമാനിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ബിക്കമിങ് എ നോം ആൻഡ് വി ആർ നോയിങ്ലി ഓർ അൺനോയിങ്ലി ബിക്കമിങ് എ പാർട്ട് ഓഫ് ഇറ്റ്, of the social structure. Okay, so that is compliance to the norms. Then next question number 33. Gerontology is the study of. Very simple question, direct question ആണ്. Gerontology എന്ന് പറയുന്നത് is the study of age and aging process. അപ്പോ വാർദ്ധക്യം അല്ലെങ്കിൽ അതും ആ ഒരു സമയത്തുണ്ടാകുന്ന മനുഷ്യനിലുണ്ടാകുന്ന ശാരീരിക മാനസികമായ മാറ്റങ്ങളെ കുറിച്ച് പഠിക്കുന്ന ആ വിങ്ങിനെയാണ് നമ്മൾ ജെറന്റോളജി എന്ന് പറയുക. സോ ഇവിടെ വേൾഡ് എൽഡർലി ഡേ എന്നാണ് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നതെന്നൊക്കെ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇപ്പൊ ഒക്ടോബർ 1 നമ്മൾ വേൾഡ് എൽഡർലി ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അത് നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഡിസീസ് കണ്ടീഷൻ ക്യാരക്ടറൈസ്ഡ് ബൈ എക്സസ് മ്യൂക്കസ് കൊളാപ്സ് ഓഫ് ആൽവിയോളൈ ഈസ്. അപ്പോ നമ്മുടെ ആൽവിയോളാർ കൊളാപ്സിനെ പറയുന്ന ഡിസീസ് കണ്ടീഷൻ എന്ത് എന്നാണ് ചോദ്യം. നമ്മുടെ ആൽവിയോളൈസ് എല്ലാം കൊളാപ്സ് ആയി കഴിഞ്ഞാൽ അതിന് പറയുന്നത് അക്ലെക്ടാസിസ് എന്നാണ്.
സോ ടോട്ടൽ ലങ് ആൽവിയോളെ കൊളാപ്സിനെയാണ് അറ്റ്ലെക്ടാസിസ് എന്ന് പറയുക. അപ്പൊ ഇവിടെ കൊടുത്തിട്ടുള്ള മറ്റ് ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ആസ്മ, ബ്രോങ്കെക്ടാസിസ്, ലങ് ആപ്സിസ്. ഓക്കെ, ഇതെല്ലാം ഓരോ ഡിസീസ് കണ്ടീഷൻസ് ആണ്. അപ്പൊ റെസ്പിറേറ്ററി നിങ്ങൾ പഠിക്കുമ്പോൾ മെഡിക്കൽ സർജിക്കലിൽ ഇതിന്റെ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പൊ എന്താ ആസ്മ എന്ന് പറയുന്നത്? എന്തെങ്കിലും ഒരു എക്സ്ട്രേനിയസ് വേരിയബിൾ, അലർജിക് കോസിംഗ് ആയിട്ടുള്ള സംഗതികൾ ശ്വസിക്കുന്നത് മുഖാന്തരം നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള അസുഖമാണ് ആസ്മ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പോളൻ ഗ്രെയിൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡസ്റ്റോ നമ്മൾ കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ഡെവലപ്പ് ആകുന്ന അസുഖമാണ്, ട്രിഗർ ചെയ്യുന്ന അസുഖമാണ് ആസ്മ, അലർജിക് ആസ്മ. ഇവിടെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഇമ്യൂണോഗ്ലോബുലിൻ എന്ന് പറയുന്നത് IgE ആണ്. ഇമീഡിയറ്റ് അനാഫിലാക്റ്റിക് റിയാക്ഷൻ അല്ലെങ്കിൽ അലർജിക് റിയാക്ഷനെ റെസ്പോണ്ട് ചെയ്യുന്ന ഇമ്യൂണോഗ്ലോബുലിൻ IgE ആണ്. ഇനി ബ്രോങ്കെക്ടാസിസ്. അപ്പൊ എന്താ ബ്രോങ്കെക്ടാസിസ് എന്ന് പറയുന്നത്? സോ അബ്നോർമൽ ഡയലറ്റേഷൻ ഓഫ് ദ ബ്രോങ്കൈ ആൻഡ് ബ്രോങ്കിയോൾസ് ക്യാൻ ലീഡ് ടു ബ്രോങ്കെക്ടാസിസ്. പിന്നെ ഒരു ടെർമിനോളജി ലങ് ആപ്സിസ് ആണ്. ലങ് ആപ്സസ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ലങ്സിന്റെ അകത്തുള്ള സബ്സ്റ്റൻസിനെ നെക്രോട്ടൈസ് ചെയ്യപ്പെടുക അല്ലെങ്കിൽ സെപ്പറേഷൻ, അതായത് പസ് കളക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ ലങ് ആപ്സസ് എന്നാണ് പറയുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 35. ECG change seen in hypocalcemia are. ഹൈപ്പോകാൽസീമിയ എന്ന കണ്ടീഷനിൽ കാണാൻ സാധിക്കുന്ന ECG ചേഞ്ച് എന്താണ്? വൈഡൻഡ് QT ഇന്റർവൽ, പ്രോമിനന്റ് U wave, വൈഡൻഡ് T wave, ഷോർട്ടൻഡ് QT ഇന്റർവൽ. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻ. അപ്പോ നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന നോർമൽ കാൽഷ്യം ലെവൽ എത്രയാണ് എന്നുള്ളത് നമ്മൾ അറിയണം അല്ലെ. ഇപ്പോ 9 to 10 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ ആണ് യൂഷ്വലി നമ്മുടെ ശരീരത്തിന് നോർമൽ കാൽഷ്യത്തിന്റെ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പം 9-ൽ താഴെ പോയി കഴിഞ്ഞാൽ we can say it as a hypocalcemic state. So below 9 milligram per deciliter. അപ്പോൾ അതൊരു മില്ലി ഓസ്മോളാലിന്റെ ലെവലിൽ പറയുകയാണെങ്കിൽ 2.25 മില്ലിമോൾ പെർ ഓസ്മോൾ അല്ല മില്ലിമോൾ പെർ ലിറ്റർ. ഇതിൽ താഴെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഹൈപ്പോകാൽസീമിക് സ്റ്റേറ്റ് ആണ് എന്ന് പറയാം. അപ്പൊ ഹൈപ്പോകാൽസീമിയ ഡെവലപ്പ് ആവുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ECG ചേഞ്ചസ് നമ്മൾ കാണാൻ സാധിക്കും. എന്താ സംഗതി ഉണ്ടാവുക? ഒന്നുകിൽ ST സെഗ്മെന്റ് പ്രൊലോങ്ങേഷൻ സംഭവിക്കും, അല്ല എങ്കിൽ QT ഇന്റർവെല് പ്രൊലോങ് ചെയ്യും. ഓക്കെ, അപ്പോ ഏത് സാഹചര്യത്തിലാണ് ഹൈപ്പോകാൽസീമിയ എന്ന സ്റ്റേറ്റിലേക്ക് നമ്മുടെ ശരീരം പോവുക? ഒന്നുകിൽ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന കാൽഷ്യം എല്ലാം കൂടുതലായി എക്സ്ക്രീറ്റ് ചെയ്ത് പുറത്തു പോകുന്നു, അല്ലെങ്കിൽ ശരീരം ആവശ്യാനുസരണം വേണ്ടുന്ന രീതിയിൽ കാൽഷ്യം അബ്സോർബ് ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഹൈപ്പോകാൽസീമിയ എന്ന കണ്ടീഷൻ ഉണ്ടാവുക. ഇവിടെ കാണുന്ന ECG ചേഞ്ച് എന്ന് പറയുന്നത് ഓപ്ഷൻ എ വൈഡൻഡ് QT ഇന്റർവൽ, അതുപോലെ തന്നെ ST സെഗ്മെന്റ് പ്രൊലോങ്ങേഷനും ഉണ്ടാവും. ഹൈപ്പോകാലീമിയയിലാണ് U വേവ് പ്രോമിനേഷൻ ഒക്കെ കാണുക. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 36ലേക്ക് പോകാം. Which of the following food item is low potassium? ഓക്കെ, ന്യൂട്രീഷൻ ആസ്പെക്റ്റിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. പൊട്ടാസ്യം കുറവായി കാണുന്ന ഫുഡ് ഐറ്റം ഏത്? ആ ഓപ്ഷൻ തന്നിട്ടുള്ളത് ആപ്പിൾ, ക്യാരറ്റ്, സ്പിനാച്ച്, പീർ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് ഇതിന്റെ കാലറിക് വാല്യൂ അല്ലെങ്കിൽ നമ്മുടെ ന്യൂട്രിറ്റീവ് വാല്യൂ ഓഫ് ഈച്ച് ഫുഡ് ഐറ്റം അറിഞ്ഞാൽ മാത്രമേ ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ നോർമൽ പൊട്ടാസ്യം ലെവൽ എന്ന് പറയുന്നത് 3.5 to 4.5 മില്ലി ഇക്വലന്റ് പെർ ലിറ്റർ ആണ്. ഇനി കോമൺ ആയിട്ട് പൊട്ടാസ്യം ഏറ്റവും കൂടുതൽ കാണുന്ന ഫുഡ് ഐറ്റംസ് ഏത് എന്നുള്ളത് പറയാം. അവക്കാഡോ, സ്പിനാച്ച്, ബനാന, ഓറഞ്ച്, സ്ട്രോബെറി, ടൊമാറ്റോ, പൊട്ടറ്റോ. ഇവയിലെല്ലാം തന്നെ നല്ല തോതിൽ നമുക്ക് പൊട്ടാസ്യം കാണാനായിട്ട് സാധിക്കും. ഇപ്പൊ അവക്കാഡോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ പൊട്ടാസ്യത്തിന്റെ ലെവൽ എന്ന് പറയുന്നത് 485 മില്ലിഗ്രാം ആണ്. എന്നാൽ നമ്മുടെ ക്യാരറ്റ് നല്ലൊരു സോഴ്സ് ഓഫ് പൊട്ടാസ്യം ആണ്. സോ പൊട്ടാസ്യം മാത്രമല്ല, വൈറ്റമിൻ എയുടെ റിച്ചസ്റ്റ് സോഴ്സ് ഓഫ് ക്യാരറ്റ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇനി ഇവിടെ ആപ്പിൾ ആണ് ഇവിടെ ഉള്ളതിൽ ഏറ്റവും ലോ പൊട്ടാസ്യം വാല്യൂ ഉള്ളത്. ദാറ്റ് ഈസ് 110 മില്ലിഗ്രാം ആണ് ആപ്പിളിലുള്ള പൊട്ടാസ്യത്തിന്റെ വാല്യൂ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ തന്നിട്ടുള്ള ഓപ്ഷൻ പീർ ആണ്. പീറിൽ ഏകദേശം 178 മില്ലിഗ്രാം
പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. എന്നാൽ സ്പിനാച്ച് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലും നല്ല തോതിൽ, നല്ല ഹൈ ലെവലിൽ തന്നെ പൊട്ടാസ്യം കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോ ഓരോ ഫ്രൂട്ട്സിന്റെ ആയാലും വെജിറ്റബിൾസിന്റെ ആയാലും ന്യൂട്രിറ്റീവ് വാല്യൂ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് നമ്മുടെ ന്യൂട്രീഷന്റെ തിയറി ക്ലാസ്സുകളിൽ നമ്മൾ കവറപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ അത് ക്ലിയർ ആകും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 37, ഫീച്ചേഴ്സ് ഓഫ് കുസ്മാൾ റെസ്പിറേഷൻ. സോ കുസ്മാൾ റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഫീച്ചർ എന്താണെന്നുള്ളതാണ്. സോ ഓപ്ഷൻ ഡി, അബ്നോർമൽ ഡീപ് റെഗുലർ വിത്ത് ലേബേർഡ് ബ്രീത്തിങ് പാറ്റേണിനെയാണ് കുസ്മാൾ റെസ്പിറേഷൻ എന്ന് പറയുക. സോ ഫൗണ്ടേഷൻ ക്ലാസ്സുകളിൽ ടൈപ്സ് ഓഫ് റെസ്പിറേഷൻ പറയുമ്പോൾ അവിടെ നമ്മളിത് പറയും ബയോട്സ് റെസ്പിറേഷൻ, കുസ്മാൾ റെസ്പിറേഷൻ, ചെയിൻ സ്ട്രോക്ക് റെസ്പിറേഷൻ, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് റെസ്പിറേഷൻസ് നിങ്ങൾ പഠിക്കേണ്ടുന്നതുണ്ട്. ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുമാണ്. സോ കുസ്മാൾ റെസ്പിറേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡീപ് റെഗുലർ വിത്ത് ലേബേർഡ് കൈൻഡ് ഓഫ് ബ്രീത്തിങ് ടൈപ്പ്. Let's move on with the next question. Question number 38. Delayed blood transfusion related complication എന്നുള്ളതാണ്. ഇപ്പോൾ ഫീവർ, സെപ്റ്റിസീമിയ, അയൺ ഓവർലോഡ്, ഹൈപ്പോകാൽസീമിയ, ഇതൊക്കെയാണ് നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസ്. അപ്പോ ഈ ഒരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കഴിയുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഇമ്മീഡിയറ്റ് കോംപ്ലിക്കേഷൻസ് ഉണ്ട്, ഡിലേഡ് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പൊ ഇമ്മീഡിയറ്റ് കോംപ്ലിക്കേഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ അറിയുക. ഇമ്മീഡിയറ്റ് കോംപ്ലിക്കേഷൻസിൽ വരുന്നതാണ് ചിൽസ്, ഡയഫോറസിസ്, ഹൈപ്പോടെൻഷൻ, ഫീവർ, ഡിസ്നിയ, കഫ്. ഇവയെല്ലാം തന്നെ ഇമ്മീഡിയറ്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷനിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള റിയാക്ഷൻസ് ആണ്. എന്നാൽ ഡിലേഡ് കോംപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ ഒരു ഏകദേശം ഒരു 6-7 കോംപ്ലിക്കേഷൻസ് അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഒന്ന്, ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. 2, അയൺ ഓവർലോഡിങ്, സിട്രേറ്റ് ടോക്സിസിറ്റി, സർക്കുലേറ്ററി ഓവർലോഡ്, സെപ്റ്റിസീമിയ. ഇതെല്ലാം ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാവുന്ന ഡിലേഡ് കോംപ്ലിക്കേഷൻസ് ആണ്. അതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റിന്റെ ലെവൽ നോക്കുകയാണെങ്കിൽ ഹൈപ്പോകാൽസീമിയ, കാൽഷ്യം ലെവൽ കുറയുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പൊട്ടാസ്യം ലെവൽ കൂടുന്നതായും കാണാൻ സാധ്യതയുണ്ട്. അപ്പൊ ഹൈപ്പർ കലീമിയ, ഹൈപ്പോകാൽസീമിയ, ഇതെല്ലാം ഡിലേഡ് കോംപ്ലിക്കേഷൻസ് ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനിൽ വരുന്നതാണ്. നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ ഡിലേഡ് ട്രാൻസ്ഫ്യൂഷൻ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ അയൺ ഓവർലോഡും ഹൈപ്പോകാൽസീമിയ ഒക്കെ പറയുന്നുണ്ടെങ്കിലും ഏറ്റവും അതിന്റെ ലാസ്റ്റ് പ്രയോറിറ്റി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ സെപ്റ്റിസീമിയയാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. മുപ്പത്തിയൊൻപതാമത്തെ ചോദ്യം, മെറ്റീരിയൽ റിക്വയർഡ് ഫോർ അപ്ലൈയിങ് പ്രഷർ അറ്റ് ദ IV സൈറ്റ് ഇസ്. IV സൈറ്റില് അതിന്റെ ഉപയോഗത്തിന് ശേഷം നമ്മൾ പ്രഷർ കൊടുക്കാൻ ഏത് ടൈപ്പ് മെറ്റീരിയൽ യൂസ് ചെയ്യുന്നതാണ്? ആൽക്കഹോളിക് സ്വാബ് ആണോ, ബെറ്റാഡിൻ ആണോ, സ്റ്റെറൈൽ സ്വാബ് ആണോ, അഡ്ഹസീവ് ബാൻഡേജസ് ആണോ എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ സ്റ്റെറൈൽ സ്വാബ് തന്നെ ധാരാളമാണ് IV സൈറ്റിന് പ്രഷർ കൊടുക്കാനായിട്ട്. കാരണം IV പങ്ക്ചറിങ് ആണ് അല്ലെ, ബ്ലഡ് വെസൽസിനാണ് നമ്മൾ പങ്ക്ചർ ചെയ്തിട്ടുള്ളത്. അതിനെ ഹോൾഡ് ചെയ്ത് പിടിക്കാനാണ് നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ അവിടെ ഒരു ആൽക്കഹോളോ ബെറ്റാഡിനോ ഒന്നും കൊണ്ട് നമ്മൾ കോണ്ടാക്റ്റിൽ വെക്കേണ്ടുന്ന കാര്യമില്ല. അത് ബ്ലഡുമായി കലർന്ന് റിയാക്ഷൻസ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ സ്റ്റെറൈൽ സ്വാബിന്റെ പ്രസൻസ് തന്നെ ധാരാളമാണ് IV സൈറ്റ് ക്ലിയർ ചെയ്യാനായിട്ട്. സോ ഓപ്ഷൻ സി, സ്റ്റെറൈൽ സ്വാബ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 40ലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 40, ഡൊണേഷൻ ഓഫ് പേഷ്യൻസ് ഓൺ ബ്ലഡ് പ്രയർ ടു ദ ഷെഡ്യൂളിംഗ് സർജറി ഈസ്. ഒരു സർജറിക്ക് ഷെഡ്യൂൾ ചെയ്യുന്നതിന് മുമ്പ് ഓൺ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നതിന് എന്താണ് പറയുക? ഓട്ടോലോഗസ്, ഹോമോലോഗസ്, മോണോലോഗസ്, ഹെറ്ററോലോഗസ്. അപ്പോ ഓപ്ഷൻ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓട്ടോലോഗസ് ആണ്. സോ നമ്മുടെ തന്നെ ഓൺ ബ്ലഡിനെ റീഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ, റീഇൻഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഓട്ടോലോഗസ് എന്ന് പറയുന്നു. ഇനി ഹോമോലോഗസ് ഓർ അല്ലോജനിക്. അപ്പൊ ഹോമോലോഗസ് ഓർ അല്ലോജനിക് എന്ന് പറയുന്നത് നമ്മുടെ ഡോണർ റെസിപ്പിയന്റ് ഒരാളിൽ നിന്ന് കളക്ട് ചെയ്യുന്നു, മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫ്യൂഷൻ നടത്തുന്നതിനെ ഹോമോലോഗസ് ഓർ അല്ലോജനിക് എന്ന് പറയുന്നു. അടുത്ത എന്താണ്? ഹെറ്ററോലോഗസ്. ഹെറ്ററോലോഗസ് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് സ്പീഷീസിൽ നിന്നുള്ള ബ്ലഡ് ആണ് നമ്മൾ ട്രാൻസ്ഫ്യൂഷൻ ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെ ഹെറ്ററോലോഗസ് എന്ന് പറയാറുണ്ട്. അപ്പൊ സെയിം സ്പീഷീസ് ആണെങ്കിൽ ഓട്ടോലോഗസ്, ഡോണർ ടു റെസിപ്പിയൻ ഹോമോലോഗസ്, ഡിഫറെന്റ് സ്പീഷീസ് ആണെങ്കിൽ ഹെറ്ററോലോഗസ് എന്നിങ്ങനെയുള്ള ടെർമിനോളജീസ് അറിഞ്ഞിരിക്കുക.
effect of platelet transfusion is checked by plateletന്റെ ട്രാൻസ്ഫ്യൂഷന്റെ ഇഫക്റ്റീവ്നെസ് നമ്മൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യുക? Increased hematocrit level, increased hemoglobin level, reduced oozing of blood from puncture site, reduced blood temperature, body temperature. ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്ന ഉത്തരം ഓപ്ഷൻ സി, റെഡ്യൂസ്ഡ് ഊസിങ് ഓഫ് ബ്ലഡ് ഫ്രം പങ്ക്ചേർഡ് സൈറ്റ് എന്നുള്ളതാണ്. അപ്പൊ അതെങ്ങനെയാ വരിക? ഇപ്പോ നമ്മൾ ഒരു പൈന്റ് പ്ലേറ്റ്ലെറ്റ് ട്രാൻസ്ഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് റേസ് ചെയ്യുന്നത് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് 1 gram per deciliter ആണ് ഹീമോഗ്ലോബിൻ റേസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഇഫക്റ്റീവ്നെസ് ഇവാലുവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മുടെ അനീമിയ ലൈക്ക് സിംറ്റംസ് കുറയുന്നു, ഹെമറ്റോക്രിറ്റിന്റെ കൗണ്ട് കൂടുന്നു, നമ്മുടെ പങ്ക്ചർ സൈറ്റ് അല്ലെങ്കിൽ ആ ഒരു പങ്ക്ചർ സൈറ്റിൽ നിന്നുള്ള ബ്ലീഡിംഗ് ടൈം കുറയുന്നു. ഇത്തരത്തിലാണ് പ്ലേറ്റ്ലെറ്റിന്റെ ട്രാൻസ്ഫ്യൂഷന്റെ ഇഫക്റ്റീവ്നെസ് മനസ്സിലാക്കുക. ബ്ലഡ് ബാങ്കിൽ നിന്നും നിങ്ങളുടെ ഏരിയയിലേക്ക് പ്ലേറ്റ്ലെറ്റ് കൊണ്ടുവന്നാൽ വിത്തിൻ 30 minutes തന്നെ നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്ലേറ്റ്ലെറ്റ് ട്രാൻസ്ഫ്യൂഷൻ നടത്തിയിരിക്കണം. ഓക്കെ, so that's it. Option C, reducing oozing of blood from the puncture site is the correct answer. Now moving on with the next question, question number 42. Maneuver used to relieve the upper airway obstruction is Valsalva, Helmholtz, Leopold, military. അപ്പോ ഇതില് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി, ഹെൽമിൻഡിച്ച് മാനുവർ ആണ്. ഫൗണ്ടേഷൻസിൽ ഫസ്റ്റ് എയ്ഡ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതിലും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് കാർഡിയോ പൾമണറി റെസസിറ്റേഷൻ നിങ്ങൾ പഠിക്കും. അവിടെ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ഹെൽമിൻഡിച്ച് മാനുവർ. നമ്മുടെ റെസ്ക്യൂർ പേഷ്യന്റിന്റെ ബാക്കിൽ നിന്നുകൊണ്ട് പേഷ്യന്റിന്റെ അബ്ഡമനെ ഹോൾഡ് ചെയ്യുകയും അബ്ഡമനിലേക്ക് നല്ലൊരു അബ്ഡമിനൽ ത്രഷ് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ അബ്ഡമിനൽ ത്രഷ് കൊടുക്കുന്ന ഫോഴ്സ് കൊണ്ട് ഡയഫ്രം മേളിലേക്ക് വരികയും ലങ്സിനെ അത് കംപ്രസ് ചെയ്യുകയും ലങ്സിൽ ഹോൾഡ് ചെയ്തിട്ടുള്ള ഫോറിൻ ബോഡി അല്ലെങ്കിൽ ആസ്പിറേറ്റ് ചെയ്തിട്ടുള്ള ഫോറിൻ ബോഡി പേഷ്യന്റിന്റെ വായിൽ നിന്നും പുറത്തു വരികയുമാണ് ചെയ്യുക. ഇതിനെ പറയുന്ന പേരാണ് ഹെൽമിൻഡിച്ച് മാനുവർ എന്ന് പറയുന്നത്. ഇനി കൊടുത്തിട്ടുള്ള മറ്റ് ഓപ്ഷൻ വൽസൽവ മാനുവർ ഒക്കെ, ലിയോപോൾഡ് മാനുവർ ഒക്കെയാണ്. വൽസൽവ മാനുവർ എന്ന് പറയുന്നത് ഇതൊരു കൈൻഡ് ഓഫ് ബ്രീത്തിങ് മെത്തേഡ് ആണ്. നമ്മുടെ റിതമിക് ആയിട്ടുള്ള ഹാർട്ട് റേറ്റ് റീസ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് വൽസൽവ മാനുവർ. ലിയോപോൾഡ് മാനുവർ എന്ന് പറയുന്നത് നമ്മുടെ ഒബ്സ്ട്രക്റ്റിക് ആൻഡ് ഗൈനക്കോളജിയിൽ യൂസ് ചെയ്യുന്ന ഒരു മാനുവർ ആണ് ലിയോപോൾഡ് മാനുവർ. അതായത് നമ്മുടെ കുഞ്ഞിന്റെ പൊസിഷനിങ് അസസ് ചെയ്യുമ്പോൾ അബ്ഡമൻ ഹോൾഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അബ്ഡമൻ നമ്മുടെ കൈ വെച്ചിട്ട് കുഞ്ഞിന്റെ ഹെഡ് എൻഗേജ്ഡ് ആയോ അല്ലെങ്കിൽ ഫീറ്റൽ ലെങ്ത് എത്രയാണെന്ന് മെഷർ ചെയ്യാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ലിയോപോൾഡ് മാനുവർ. പാൽവിക് ഗ്രിപ്പ് 1 and 2 എന്നൊക്കെ നിങ്ങൾ അവിടെ ഡീറ്റെയിലിംഗ് ആയിട്ട് ഗൈനക്കോളജി ക്ലാസ്സുകളിൽ പഠിക്കും. സോ ദാറ്റ് ഈസ് ഇറ്റ്. ഹിയർ ദ കറക്റ്റ് ആൻസർ ഇസ് ഹെൽമിൻഡിച്ച് മാനുവർ. Now let's move on with the question number 43. The sign of pulmonary embolism are all except. Exemption ആണ് ചോദ്യം അല്ലെ. പൾമണറി എംബോളിസം എന്ന് പറയുന്നത് എന്താണ്? ഒരു എംബോളെ നമ്മുടെ ബ്ലഡ് വെസലിൽ എവിടെയെങ്കിലും നമ്മുടെ ലങ്സിൽ വന്ന് ലോഡ് ചെയ്യുന്നതിനെയാണ് പൾമണറി എംബോളിസം എന്ന് പറയുക. അപ്പോൾ അത്തരത്തിലൊരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യം പേഷ്യന്റിന് ഉണ്ടാകുന്നത് ഡിസ്നിയയാണ്. അപ്പൊ പെട്ടെന്ന് നമ്മൾ പേഷ്യന്റിനെ ലെഫ്റ്റ് ലാറ്ററലി പൊസിഷൻ ചെയ്യാറുണ്ട്. ദെൻ അതുമായി ബന്ധപ്പെട്ടപ്പോൾ ഓക്സിജന്റെ ഡെഫിഷ്യൻസി ശരീരത്തിൽ ഉണ്ടാകുന്നു, സൈനോസിസ്, ടക്കിക്കാർഡിയ, ടാക്കിപ്നിയ, ഇവയെല്ലാം പേഷ്യന്റിന് കാണുന്ന ഫീച്ചേഴ്സ് ആണ്. എന്നാൽ ഇവിടെ ബ്ലഡ് പ്രഷർ കുറയുകയാണ് ചെയ്യുക, ഒരിക്കലും കൂടുകയല്ല. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ബി, റൈസ് ഇൻ ബ്ലഡ് പ്രഷർ ആണ്. ആക്ച്വലി സംഭവിക്കുന്നത് ഡിക്രീസ് ഇൻ ദ ബ്ലഡ് പ്രഷർ ആണ്. ബട്ട് ഇവിടെ ഓപ്ഷൻ നൽകിയിട്ടുള്ളത് റൈസ് ഇൻ ബ്ലഡ് പ്രഷർ ആണ്. അതാണ് എക്സംഷനിൽ വരേണ്ടുന്ന കാര്യം. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 44. പ്രിൻസിപ്പിൾ റിലേറ്റഡ് ടു ബോഡി മെക്കാനിക്സ് ആർ. ഓപ്ഷൻ സി, എർഗണോമിക്സ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. സോ എർഗണോമിക് പ്രിൻസിപ്പിൾസ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മളൊരു 5 ആസ്പെക്ട്സ് ആണ് കവർ ചെയ്യുക. അപ്പൊ എന്തിനാണ് എർഗണോമിക്സ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്? ബെറ്റർ വർക്ക് പെർഫോമൻസിന് വേണ്ടിയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആണ് എർഗണോമിക് പ്രിൻസിപ്പിൾസ്. അപ്പോ ഇവിടെ എന്തൊക്കെയാണ് കവർ ചെയ്യുക? സേഫ്റ്റി, കംഫർട്ട് ഓഫ് എ പേഴ്സൺ, ഈസ് ടു യൂസ്. നമുക്കൊരു പ്രൊസീജിയർ ചെയ്യുമ്പോൾ നമ്മളൊരു ബോഡി മെക്കാനിസം അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി വെരി ഈസ് ടു വർക്ക് ഔട്ട്. Then it should help in increasing the productivity of a person and also aesthetics. Okay.
So here the correct answer is ergonomic principles. So to ease out the work and to improve the efficacy or productiveness, we are using these principles of ergonomics. Now question number 45. Position used to promote emptying of gut is side-lying, prone, lithotomy, reverse Trendelenburg are the options given. And the correct answer is option D, reverse Trendelenburg. എന്തുകൊണ്ട് റിവേഴ്സ് ട്രെൻഡ്ലൻബർഗ് പൊസിഷൻ? നമുക്കറിയാം ട്രെൻഡ്ലൻബർഗ് പൊസിഷനും ഉണ്ട്, റിവേഴ്സ് ട്രെൻഡ്ലൻബർഗ് പൊസിഷനും ഉണ്ട്. അപ്പൊ ഒരു പേഷ്യന്റ് ഹൈപ്പോവോളീമിക് സ്റ്റേറ്റിലാണ് അല്ലെങ്കിൽ ഒരു ഷോക്ക് സ്റ്റേറ്റിലാണെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് ട്രെൻഡ്ലൻബർഗ് പൊസിഷനാണ്. ട്രെൻഡ്ലൻബർഗ് എന്ന് പറയുമ്പോൾ ഹെഡ് ആൻഡ് ഡൗൺ ആയിരിക്കും, ഫൂട്ട് ആൻഡ് ആയിരിക്കും എലിവേറ്റ് ആയി കാണുക. എന്നാൽ റിവേഴ്സ് ട്രെൻഡൻബർഗ് എന്ന് പറയുമ്പോൾ ഹെഡ് ആൻഡ് എലിവേറ്റ് ആയി ഫൂട്ട് ആൻഡ് താഴ്ന്നായിരിക്കും റിവേഴ്സ് ട്രെൻഡൻബർഗിൽ പേഷ്യന്റിനെ നമ്മൾ പൊസിഷൻ ചെയ്യുക. ഇത്തരത്തിൽ പൊസിഷൻ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് 3 പ്രയോജനങ്ങളാണ് ഉള്ളത്. ഒന്ന്, GI പ്രോബ്ലംസ് ഉള്ള പേഷ്യൻസിന് ഈസോഫേജിയൽ റിഫ്ലക്സ് കുറയ്ക്കാനായി ഇത് സഹായിക്കുന്നു എന്നുള്ളതാണ്. പോയിന്റ് നമ്പർ 2, ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രിവെന്റിംഗ് ദ റാപ്പിഡ് ചേഞ്ച് ഓഫ് പൊസിഷൻസ്. അപ്പൊ എങ്ങനെയാണ് റാപ്പിഡ് ചേഞ്ച് ഓഫ് പൊസിഷൻ? അതായത് കാർഡിയാക് ഔട്ട്പുട്ട് കുറവുള്ള പേഷ്യൻസിന് പെട്ടെന്ന് ഒരു പൊസിഷൻ ചേഞ്ച് വന്നാൽ അതിനെ ബാലൻസ് ചെയ്യുക ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ റിവേഴ്സ് ട്രെൻഡൻബർഗിൽ കിടക്കുകയാണെങ്കിൽ അത്തരം ഒരു ഇഷ്യൂവിലേക്ക് പോകുന്നില്ല. ഇനി പോയിന്റ് നമ്പർ 3, ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രിവെന്റിംഗ് ദ ഈസോഫേജിയൽ റിഫ്ലക്സ്. സോ നമ്മുടെ സ്റ്റൊമക് എംപ്റ്റിയിങ് പെട്ടെന്ന് നടക്കുന്നതിന് ഇത് സഹായകരമാകുന്നു. അതുപോലെ തന്നെ ഹയാറ്റൽ ഹെർണിയ ഉള്ള പേഷ്യൻസിനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്താനും റിവേഴ്സ് ട്രെൻഡൻബർഗ് എന്ന പൊസിഷൻ സഹായിക്കുന്നു. ഇപ്പൊ പൊസിഷൻസ് എന്ന ക്ലാസ് എടുക്കും, FON പൊസിഷൻസ് എന്നൊരു ഏരിയ ഉണ്ട്. അപ്പൊ പൊസിഷൻസ് എടുക്കുമ്പോൾ ഓരോ പൊസിഷൻസും അതെന്തിന് യൂസ് ചെയ്യുന്നു, അതിന്റെ ഗുണം എന്ത്, ദോഷം എന്ത് എന്നുള്ളതെല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. നിങ്ങൾക്ക് ആ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ കുറെ കൂടെ ക്ലിയർ ആയിട്ടത് മനസ്സിലാവും. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. റിവേഴ്സ് ട്രെൻഡൻബർഗ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. നൗ ഐ എം മൂവിംഗ് ഓൺ വിത്ത് ക്വസ്റ്റ്യൻ നമ്പർ 46. Head end of a hemorrhagic stroke patient is kept straight, lower to 30 degree, elevated to 30 degree, lateral. ആൻസർ വളരെ ക്ലിയർ ആണ്. ഓപ്ഷൻ സി, എലിവേറ്റഡ് ടു 30 ഡിഗ്രി ആണ്. അപ്പോ ഒരു ഷോക്ക് വന്ന പേഷ്യൻസ്, അതായത് ഷോക്ക് ഹെമറേജിക് ഷോക്ക് അല്ല, ഹെമറേജിക് സ്ട്രോക്ക്. സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അവിടെ ഒരു ബ്ലഡ് ക്ലോട്ടിങ് സ്ട്രോക്ക് ഉണ്ടാവുകയാണ്. അപ്പൊ ബ്ലഡിന് അവിടെ തടസ്സം വരികയാണ്. നമ്മുടെ ഇൻട്രാക്രേനിയൽ പ്രഷറിൽ റേസ് ആവുകയാണ് ചെയ്യുക. അപ്പോൾ ഇൻട്രാക്രേനിയൽ പ്രഷർ റേസ് ആയി കഴിഞ്ഞാൽ ആ പേഷ്യന്റിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഹെഡ് ആൻഡ് ഷുഡ് ബി എലിവേറ്റഡ് ടു 30 ഡിഗ്രി ടു മെയിൻറ്റെയിൻ ദ ഇൻട്രാക്രേനിയൽ പ്രഷർ എന്നുള്ളതാണ്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. നോട്ട് ചെയ്യുക. ഇതും നമ്മുടെ പൊസിഷൻസ് പറയുമ്പോൾ അവിടെ നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. പലതവണ PSCയിൽ ഇത്തരം ചോദ്യങ്ങൾ തിരിച്ചും മറിച്ചും ചോദിച്ച് കണ്ടിട്ടുണ്ട്. നൗ ക്വസ്റ്റ്യൻ നമ്പർ 47. Chest tube drainage helps in relieving the symptoms of patients with pneumothorax by maintaining. എങ്ങനെയാണ് ചെസ്റ്റ് ട്യൂബ് ഡ്രെയിനേജസ് സിംറ്റംസ് റിലീവ് ചെയ്യുന്നതിന് സഹായകരമാകുക എന്നുള്ളതാണ്. അത് എന്ത് തരത്തിലുള്ള പ്രഷറാണ് അവിടെ കാഴ്ചവെക്കുക? നെഗറ്റീവ് പ്രഷർ ആണോ, പോസിറ്റീവ് പ്രഷർ ആണോ, സീറോ പ്രഷർ ആണോ, സ്ക്വയർ പോസിറ്റീവ് പ്രഷർ ആണോ എന്നുള്ളതാണ്. ഇപ്പോ ചെസ്റ്റ് ട്യൂബ് ഡ്രെയിനേജ് പേഷ്യന്റിന് ഇടുമ്പോൾ അവിടെ എപ്പോഴും മെയിൻറ്റെയിൻഡ് ആവുക നെഗറ്റീവ് പ്രഷർ ആണ്. പ്ലൂറൽ ക്യാവിറ്റിയിൽ ഒരു നെഗറ്റീവ് പ്രഷർ ആണ് ഉണ്ടാവുക. ഈ നെഗറ്റീവ് പ്രഷറിന്റെ പ്രോസസ്സിലാണ് ന്യൂമോതൊറാക്സ് ക്ലിയർ ഔട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കുക. അപ്പോൾ എപ്പോഴും ചെസ്റ്റ് ട്യൂബ് ഡ്രെയിനേജ് എന്ന് പറയുന്നത് വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഡ്രെയിനേജ് സിസ്റ്റം ആണ്. അവിടെ എയർ ഓസിലേഷൻസ് ഉണ്ട്. അപ്പോ കണ്ടിന്യൂസ് ആയിട്ട് ബബ്ലിംഗ് ഉണ്ടെങ്കിൽ എയർ ലീക്കേജ് ആണ് നമ്മൾ സസ്പെക്ട് ചെയ്യുക. അത്തരം ഒരു കണ്ടീഷൻ ഉണ്ടാവുകയാണെങ്കിൽ വി ഹാവ് ടു റൂൾ ഔട്ട് ആൻഡ് ക്ലിയർ ദ ബേസിക് ഇഷ്യൂ. അതുപോലെ തന്നെ പെട്ടെന്ന് ഒരു ചെസ്റ്റ് ട്യൂബ് ഡ്രെയിനേജ് ഡിസ്ലൊക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ വി ഹാവ് ടു സീൽ ദ ഏരിയ വിത്ത് സ്റ്റെറൈൽ പാഡ്. ഒരു സൊല്യൂഷൻസും എടുക്കാണ്ട് എന്നാൽ ഒരു സ്റ്റെറൈൽ ആയിട്ടുള്ള മോയിസ്റ്റ് പാഡ് കൊണ്ട് അവിടെ കവർ ചെയ്യുക. എയർ എൻട്രി തടയാനും ഫർദർ കോംപ്ലിക്കേഷൻസിൽ നിന്ന് തടഞ്ഞു നിർത്താനുമാണ് നമ്മൾ അത്തരം ഒരു കാര്യം ചെയ്യുക. അപ്പൊ ഇതെല്ലാം FON ക്ലാസ്സുകളിൽ കെയർ ഓഫ് പേഷ്യൻസ് വിത്ത് ട്യൂബിങ്സ് എന്ന ഏരിയ പഠിക്കുമ്പോൾ നിങ്ങൾ അവിടെ കവർ ചെയ്യുന്ന ടോപ്പിക് തന്നെയാണ്. അതുകൊണ്ട് ടെൻഷൻ ഒന്നും അടിക്കേണ്ട. ഇപ്പോഴുള്ള പോയിന്റ് നോട്ട് ചെയ്ത് മുന്നോട്ട് പോവുക. ക്വസ്റ്റ്യൻ നമ്പർ 48. Which of the post-operative instruction following tonsillectomy is incorrect? ടോൺസിലെക്ടമി കഴിയുന്ന ഒരു പേഷ്യന്റിന്റെ പോസ്റ്റ് ഓപ്പറേറ്റീവ് സ്റ്റേറ്റിൽ ശ്രദ്ധിക്കേണ്ടുന്ന എന്താണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളതെന്നാണ് ചോദ്യം. And options given for you is monitoring for bleeding, suctioning every 2 hourly,
give clear fluids when patient is awake, give no milk product. ഇവിടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന ഉത്തരം. കാരണം നമ്മൾ എപ്പോഴും ഒരു പേഷ്യന്റിന് സർജറി കഴിഞ്ഞ് അവിടെ 2 hourly once സക്ഷൻ ചെയ്യേണ്ടുന്ന കാര്യമല്ല. അപ്പോ നമ്മൾ ഒബ്സർവ് ചെയ്യുക, പേഷ്യന്റ് കണ്ടിന്യൂസ്ലി സോളോയിങ് റിഫ്ലക്സ് വരുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇൻഡിക്കേറ്റ് ദർ ഇസ് എ ബ്ലീഡിങ്, അവിടെ ബ്ലീഡിംഗ് ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടുന്നത്. അതാണ് ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾ കൊടുത്തിട്ടുള്ളത്, മോണിറ്റർ ഫോർ ബ്ലീഡിംഗ്. വി ഹാവ് ടു തറലി ലുക്ക് ഫോർ ബ്ലീഡിംഗ്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് സർജനെ നോട്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അവിടെ ഒരു സക്ഷനിങ് കണ്ടിന്യൂസ്ലി അല്ലെങ്കിൽ 2 hourly once കൊടുക്കേണ്ടെന്ന കാര്യമില്ല. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 49. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ദ റിസ്ക് ഫാക്ടർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് ഡിയോഡിനൽ അൾസർ? ഡിയോഡിനൽ അൾസറിന്റെ റിസ്ക് ഫാക്ടർ അല്ലാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോ നമ്മുടെ പെപ്റ്റിക് അൾസർ പഠിക്കുമ്പോൾ പെപ്റ്റിക് അൾസറിന്റെ പ്രധാനമായിട്ടുള്ള കാരണക്കാരെന്ന് പറയുന്നത് എച്ച് പൈലോറയോ ഹെലിക്കോബാക്ടർ പൈലോറേ, അതുപോലെ തന്നെ NSAIDsന്റെ ഓവർ യൂസ്, ഇതെല്ലാം സ്ട്രെസ്, സ്മോക്കിംഗ്, ആൽക്കഹോൾ, ഇതെല്ലാം നമ്മൾ അതിന്റെ പോസിറ്റീവ് ഫാക്ടേഴ്സ് ആയിട്ട് പഠിക്കുന്നതാണ്. എന്നാൽ ആന്റിബയോട്ടിക്സ് അതിന്റെ റിലീവിന് വേണ്ടി കൊടുക്കുന്നതാണ്. അതൊരിക്കലും റിസ്ക് ഫാക്ടറിൽ വരുന്ന കാര്യമല്ല. അപ്പോ ഒരു എച്ച് പൈലോറി ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ കൂടിയ ഒരു ഇൻഫെക്ഷൻ ആണ്. അപ്പോ മൾട്ടി ഡ്രഗ് ട്രിപ്പിൾ തെറാപ്പി വെച്ചിട്ടാണ് നമ്മൾ അവിടെ ക്യൂർ ചെയ്യുക. GI സിസ്റ്റം നിങ്ങൾ പഠിക്കുമ്പോൾ ആ പെപ്റ്റിക് അൾസറും അതുമായി ബന്ധപ്പെട്ടുള്ള ട്രീറ്റ്മെന്റ് റെജിമെന്റ്സും ഒക്കെ ക്ലിയർ ആയിട്ട് തന്നെ നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ നോട്ട് കിട്ടും. സോ ഇവിടെ റിസ്ക് ഫാക്ടർ അല്ലാത്തത് ആന്റിബയോട്ടിക്സ് ആണ് എന്ന് നോട്ട് ചെയ്ത് വെക്കുക. Now I am moving on with the question number 50. An acute condition characterized by diminished production and increased destruction of RBC triggered by viral infection or folic acid deficiency is adrenal crisis, aplastic crisis, vasoocular crisis or splenic crisis. ഇതാണ് തന്നിട്ടുള്ള 4 ഓപ്ഷൻ. ആൻഡ് ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എപ്ലാസ്റ്റിക് ക്രൈസിസ്. സോ എന്താണ് എപ്ലാസ്റ്റിക് ക്രൈസിസ് എന്ന് പറയുന്നത്? നമ്മുടെ ഹീമോഗ്ലോബിനിൽ വരുന്ന മാർക്ക് റിഡക്ഷൻ, നമ്മുടെ ശരീരത്തിലുള്ള ഹീമോഗ്ലോബിൻ വളരെ ഗണ്യമായി കുറയുകയും അതുപോലെ അതിന്റെ പ്രൊഡക്ഷൻ നടക്കുകയും ചെയ്യുന്നില്ല. ബോൺമാരേക്ക് ഇത് എത്ര ശരീരത്തിൽ ഹീമോഗ്ലോബിൻ കുറയുന്നുണ്ടോ അത്ര വേഗത്തിൽ ഹീമോഗ്ലോബിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വരുന്നു. അതിനെയാണ് എപ്ലാസ്റ്റിക് ക്രൈസിസ് എന്ന് പറയുക. ഇനി സ്പ്ലീനിക് ക്രൈസിസ് അല്ലേ? അപ്പൊ സ്പ്ലീനിക് ക്രൈസിസ് പറയുന്നുണ്ട്, വാസോ ഒക്ലൂസീവ് ക്രൈസിസ് പറയുന്നുണ്ട്. അപ്പോ സിക്കിൾ സെൽ ആയിട്ടുള്ള ഒരു സെല്ല് അല്ലെങ്കിൽ സിക്കിൾ സെൽസ് സ്പ്ലീനിൽ നിന്ന് വരുന്ന ബ്ലഡ് വെസൽസിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ രക്തക്കുഴലുകളിലോ കയറി അടഞ്ഞു നിൽക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? അവിടെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ബ്ലഡ് ഫ്ലോ നടക്കുന്നില്ല, പകരം അത് ബ്ലഡ് വെസൽസിനെ ഒക്ലൂഡ് ചെയ്ത് നിൽക്കുകയാണ്. എന്ത് ചെയ്യുന്നു? അപ്പോ അവിടെ ബ്ലഡ് വെസൽസ് അടിഞ്ഞു കൂടുന്നു, ആ ഓർഗൻ കയറി വീങ്ങുന്നു, അവിടെ ഭയങ്കരമായിട്ടുള്ള പെയിൻ ഉണ്ടാകുന്നു. സോ അതിനെയാണ് സ്പ്ലീനിക് ക്രൈസിസ് അഥവാ വാസോ ഒക്ലൂസീവ് ക്രൈസിസ് എന്ന് പറയുക. ഇനി അഡ്രിനൽ ക്രൈസിസ് ഉണ്ട്, അത് കോർട്ടിസോൾ ഇൻസഫിഷ്യൻസിയുമായി ബന്ധപ്പെട്ട് ഡെവലപ്പ് ചെയ്യുന്ന കണ്ടീഷനാണ് അഡ്രീനൽ ക്രൈസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ?